യം ശൈവാഃ സമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ബന്ധം നന്നായകറ്റാൻ മഹിമയധികമാക്കേണമെന്നുള്ളിലോർത്തിട്ടാണോ നീ ജാതനായി കഠിനത പൊഴിയും കൂട്ടിലക്കൂരിരുട്ടിൽ? തൻ പെറ്റോർ കെട്ടഴിച്ചിട്ടവരുടെ അരികത്തമ്പി നിന്നൻപുകാട്ടി തന്നിഷ്ടത്താലകന്നോൻ അവനുടെ പുറകെ നിന്നിടുന്നമ്പുതേടി. തന്നിഷ്ടത്താലകന്നോൻ അവനുടെ പുറകെ നിന്നിടുന്നൻപുതേടി. ഹരിഃ ഓം ഹരിഃ ഓം ഹരിഃ. നല്ല ഒരു ശ്രുതിയായല്ലോ അത്. കേൾക്കുന്നുണ്ടോ പറയുന്നത് എല്ലാവർക്കും? ഇന്നലത്തെ പോലെ 3 തവണ ഞാൻ ഓങ്കാരം ജപിക്കാം. നിങ്ങളെല്ലാവരും വിഷമിക്കാത്ത തരത്തിൽ നിവർന്നിരുന്ന് കൈ കോർത്ത് മടിയിൽ വെച്ച് കണ്ണടച്ച്, നിങ്ങളാരെയും കാണില്ല, ബാക്കിയുള്ളവർ നിങ്ങളെയും കാണില്ല. എൻ്റെ കൂടെ വായ തുറന്ന് മനസ്സ് തുറന്ന് ഒരു തപോനുഷ്ഠാനം എന്നുള്ള നിലയ്ക്ക് ഓങ്കാരം ജപിക്കണം. സമ്മതിച്ചില്ലേ? ദാ അതിൻ്റെ ഉദ്ദേശം ലോകത്തെമ്പാടും ഒരു മംഗള സ്വാധീനം രചിക്കുക എന്നുള്ളതാണ്. ദാ ഓ നന്നാവുന്നുണ്ട്, എന്നാൽ അത് പൂർണ്ണ സദസ്സിൻ്റെ ഒരു പ്രാതിനിധ്യം ഇതിൽ കാണുന്നില്ല. എല്ലാവരും ഒന്ന് ഉത്സാഹിക്കൂ. ഓ ഹരിഃ ഓം തത്സ. ജയഗുരു. കഴിഞ്ഞ 2 കൊല്ലമായി മുക്തിസുധാകരം സംപ്രേഷണ പരമ്പര മഹാജ്ഞാനസത്രം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഏഷ്യാനെറ്റിൽ. ആ സംപ്രേഷണം തുടങ്ങി ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ പേരും മേൽവിലാസവും അതിലാദ്യമായി പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയപ്പോഴാണ് പലരും എഴുതി തുടങ്ങിയത്. അങ്ങനെ എഴുത്തുകൾ പലരും എഴുതി അത് വന്ന് വായിച്ച് മറുപടി അയച്ചു കൊണ്ടിരിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട സംഗതി പറയാനുള്ളത്, തിരുവനന്തപുരം ഭാഗത്തിൽ നിന്നാണ് ഏറിയ കൂറും എഴുത്തുകൾ വന്നത്. പലരും നമ്മുടെ ആശ്രമത്തിൽ പിന്നീട് അഡ്രസ്സും മേൽവിലാസവും ഒക്കെ കിട്ടിയപ്പോൾ വരികയുണ്ടായി. അവരെല്ലാവരും കാണാനാണല്ലോ വരുന്നത്. ഞാൻ അവരോട് പറയും, നിങ്ങളെ കാണുന്നതും ഞങ്ങൾക്ക് സന്തോഷമാണ്. സ്വതവേ സ്ക്രീനിൽ സംസാരിക്കുന്ന സമയത്ത് ചാനലിൽ നിങ്ങളൊക്കെ എന്നെ കാണും, ഞാനൊട്ടും ആരെയും കാണൂല. അപ്പോൾ നിങ്ങൾ കാണാൻ വരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറയാറുണ്ട്. അങ്ങനെ പലരും എഴുത്തെഴുതിയിട്ടുണ്ട്. ആശ്രമത്തിൽ വന്ന് പരസ്പരം കാണാനുള്ളൊരു സൗകര്യം കിട്ടിയിട്ടില്ല എന്നുള്ളതും ശരിയാണ്.
അപ്പം അന്നേ മനസ്സിൽ തീരുമാനിച്ചതാണ് പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കെങ്കിലും ഓരോ തവണയെങ്കിലും പോകണമെന്ന്. അതിൽ തിരുവനന്തപുരത്ത് ആദ്യമായിട്ടിപ്പോൾ വരികയായിരുന്നു ഈ സംപ്രേഷണ പരമ്പരയെ തുടർന്ന്. അപ്പം നിങ്ങളെല്ലാവരും എഴുതിയ എഴുത്തുകളൊക്കെ വളരെ സ്നേഹപൂർവ്വം, സന്തോഷപൂർവ്വം, കൃതാർത്ഥതയോട് കൂടിയിട്ടാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. മറുപടിയും എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം നിങ്ങളിവിടെ കാണുന്നതിൽ പ്രത്യേകം ഒരു സന്തോഷമുണ്ട്, ഊഷ്മളതയുണ്ട് എന്ന് എല്ലാവരെയും ഞാൻ അറിയിക്കുന്നു. നാം ഇന്നലെ സംസാരിച്ച് നിർത്തി. എന്താണത്? മനുഷ്യ വ്യക്തിത്വത്തെ വേണ്ടതുപോലെ അപഗ്രഥിച്ച് മനസ്സിലാക്കേണ്ട ഒരാവശ്യമുണ്ട് ഈ ജീവിതം സുഭഗവും സുന്ദരവും പ്രോജ്വലവും ആകണമെങ്കിൽ. നമ്മൾ വിചാരിക്കുന്നത് പോലെ നിസ്സാര ഒരു ജീവിയല്ല. ശരീരം എത്ര കണ്ട് പരിമിതമോ ആ ശരീരം അധിവസിപ്പിക്കുന്നതായ ഇന്ദ്രിയങ്ങളും, ഇന്ദ്രിയങ്ങളെ വിനിയോഗിക്കുന്ന മനസ്സും, മനസ്സിന് നിർദ്ദേശങ്ങൾ തല്ലി വേണ്ടതുപോലെ മൂല്യവത്താക്കി തീർക്കുന്ന ബുദ്ധിയും എല്ലാം തന്നെ ഈ ലോകവസ്തുക്കളെ കവച്ചു വയ്ക്കുന്നതാണ്, ശ്രേഷ്ഠമാണ്. ആ ബുദ്ധിയെപ്പോലും കവച്ചു വയ്ക്കുന്ന, ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന അന്തരാത്മാവുണ്ടല്ലോ, അതാണ് ഈ ശ്രേഷ്ഠതയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് പരമാവധി. അങ്ങനെ നമ്മൾ ശരീരം, ഇന്ദ്രിയങ്ങളടക്കം, മനസ്സടക്കം, ബുദ്ധിയടക്കം, അന്തരാത്മാവ് ഉൾപ്പെടെ എല്ലാം തന്നെ ഉള്ളടങ്ങുന്ന നമ്മുടെ വ്യക്തിത്വം ഒരിക്കലും നിങ്ങൾ ഈ ലോകത്തിന് കീഴ്പ്പെട്ടതാണെന്ന് വിചാരിക്കരുത് എന്നാണല്ലോ നാം പറഞ്ഞു നിർത്തിയത്. ഈ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുമ്പോൾ ഇത് വിവിധ വസ്തുക്കളാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരേ ഒരു കാലുകൊണ്ടാണ് നാം നടക്കുന്നത്, ചാടുന്നത്, നിൽക്കുന്നത്, ഓടുന്നത്, ഇരിക്കുന്നത്, കിടക്കുന്നത്. ഈ പ്രവൃത്തികളെല്ലാം പരസ്പരം വ്യത്യസ്തങ്ങളാണെങ്കിലും ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നതായ കാല് മാത്രമാണ്. ആ കാലിൻ്റെ പ്രവർത്തന വിശേഷങ്ങളാണ് ഈ പറഞ്ഞത് മുഴുവനും. അതേമാതിരി മനനം ചെയ്യുന്നതാൽ മനസ്സെന്നും, ബോധനം ചെയ്യുന്നതാൽ ബുദ്ധിയെന്നും, ഞാൻ എന്നിങ്ങനെ അസർട്ട് ചെയ്യുന്നതിനാൽ അഹങ്കാരമെന്നും പറയുന്നതൊഴികെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്നത് വിവിധ വസ്തുക്കളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. വിവിധ വസ്തുക്കളല്ലാതെ ഒരേ ഒരു വസ്തുവാണ്. അതാണ് ചേതന എന്ന് പറയുന്നത്. ആ ചേതനം ലോകത്തിൽ 2 വിധത്തിലാണല്ലോ വസ്തുക്കൾ. സചേതനം, അചേതനം എന്ന് പറയും. ചേതനമില്ലാത്തത്, ഇൻസെൻഷ്യൻ്റ് ആയിട്ടുള്ള വസ്തുക്കളാണ് പഞ്ചഭൂതങ്ങളടക്കം എല്ലാം തന്നെ. കുറേശ്ശെ ചേതന വരുമ്പോഴാണ് ചെടികളും വൃക്ഷങ്ങളും എല്ലാം ആയിത്തീരണത്. അങ്ങനെ കുറേശ്ശെ ജീവികളായി അവസാനം മനുഷ്യജീവനായപ്പോൾ ആ ചേതനാവിശേഷം, അതിൻ്റെ സ്ഫുരണം പരമാവധിയായി അവിടെ നിന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യ സത്വമാണ് നമുക്കുള്ളത് എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ മനസ്സ് എന്താ? അതിൻ്റെ ശക്തി ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് അനന്തവും അസംഖ്യവുമായിരിക്കുന്ന ഈ ലോകത്തെ കാണിച്ചു തരുന്നു നമുക്ക്. എങ്ങനെ ജാഗ്രത അവസ്ഥയിൽ കാണിച്ചു തരുന്നുവോ അതേമാതിരി കിടന്നുറങ്ങുന്ന സമയത്ത് ഈ കണ്ടതിനെ മുഴുവൻ തുടച്ചു മാറ്റുന്നതുമാണ് ഈ മനസ്സ്. വസ്തുക്കളെയെല്ലാം പ്രദർശിപ്പിക്കാനും അതുപോലെ ഒരൊറ്റടിക്ക് മാറ്റി ഇല്ലാതെയാക്കി തീർക്കാനും ഈ മനസ്സിന് ശക്തിയുണ്ടെങ്കിൽ ആ മനസ്സ് ഉപായപ്പെട്ടതാണോ അതോ അത്യുജ്വലവും കഴിവുറ്റതുമാണോ? ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഈ മനസ്സ് വാസ്തവത്തിൽ നമുക്കൊരു നിധിയാണ്. ആ നിധിയായി നാം അതിനെ മനസ്സിലാക്കുന്നില്ല. ആ മനസ്സിൻ്റെ വൈഭവം നാം മനസ്സിലാക്കണം. ഇന്നലെ ഞാൻ കുറേയൊക്കെ ആ മനസ്സിൻ്റെ ഉജ്ജ്വലതയെപ്പറ്റി, അനന്തതയെപ്പറ്റി പരാമർശിച്ചു. സാധാരണ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഭക്തിമയമായ ഒരു രീതിയിലും ഭക്തിപരമായിരിക്കുന്ന ഒരു ലക്ഷ്യം, ഒരു സാധനയെക്കുറിച്ചാണ്. ഇന്നലെ സംസാരിച്ചത് മനുഷ്യ വ്യക്തിത്വത്തിൽ ഊന്നി നിന്നുകൊണ്ട് അതിൻ്റെ പ്രഭാവവും അതിൻ്റെ മാഹാത്മ്യവും വെളിപ്പെടുത്താനാണെങ്കിൽ ഇന്ന് ഭക്തിക്ക് എത്ര കണ്ട് നമ്മളെ തുണയ്ക്കാനും നയിക്കാനും സാഫല്യദീപ്തി ചൊരിയാനും സാധിക്കും എന്നുള്ളതായിരിക്കാം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് അടിസ്ഥാനമായി ഞാൻ ഉപയോഗിക്കുന്നത് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ഒരു മഹത് ശാസ്ത്രമാണ്. നിങ്ങൾ പലരും പറയും ശ്രീമദ് ഭാഗവതം മഹാപുരാണമാണ് അല്ലെങ്കിൽ പുരാണമാണെന്ന്. അത് പറഞ്ഞതുകൊണ്ടായില്ല. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഓരോ അധ്യായത്തിലും പറയുന്നത് അതൊരു പാരമഹംസ്യ സംഹിത എന്നാണ്. സാധാരണ ഇങ്ങനെ എല്ലാ പുരാണങ്ങളും ഉണ്ടെങ്കിലും ആ പുരാണങ്ങളെക്കുറിച്ച് സംഹിതയെന്നോ പാരമഹംസ്യ സംഹിതയെന്നോ പറയാറില്ല. എന്നാൽ ഭാഗവതം പാരമഹംസ്യ സംഹിതയാണ്. സംഹിത എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഇംഗ്ലീഷിൽ കോംപെൻഡിയം എന്നൊരു വാക്കുണ്ട്. പ്രധാനപ്പെട്ട ഒരു തത്വം, പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം, അതിനെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഏത് സംഹിതകളും നിലനിൽക്കുന്നത്.
എന്നാൽ അതിന് മുഖ്യമായിരിക്കുന്ന തത്വവിചാരധാരയെ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് സമാനമായും അനുബന്ധമായുമുള്ള ചിന്തകളെയും ചിന്താധാരകളെയും മുഴുവനും പരാമർശിച്ച് പ്രസ്താവിച്ച് നിരത്തി വച്ചുകൊണ്ട് അവസാനം ആ മുഖ്യമായിരിക്കുന്ന പ്രമുഖമായ തത്വവിചാരധാരയെ ആദ്യം മുതൽക്ക് അവസാനം വരെ ഊന്നി അടിവരെ ഇട്ടുകൊണ്ട് ഉറപ്പിക്കുന്നതാണ് സംഹിതയുടെ സ്വഭാവം. പാരമഹംസ്യ സംഹിത എന്ന് പറഞ്ഞാൽ ഈ സംഹിത പാരമഹംസ്യമാണ്. അത് എഴുതിയത് വേദവ്യാസർ എന്ന് പറയുന്ന പരമഹംസനാണ്. അത് പറഞ്ഞു കൊടുക്കുന്നതോ ശുഗമുനി എന്ന് പറഞ്ഞ പരമഹംസൻ സ്ക്വയേർഡാണ്. വേദവ്യാസർക്ക് വളരെയധികം പ്രായമുണ്ട്, അനുഭവങ്ങളുണ്ട്, പലതുമുണ്ട് എന്നുണ്ടെങ്കിൽ കൊച്ചുകുട്ടി ശുഗമുനിക്ക് 16 വയസ്സ് പ്രായമേ ഉള്ളൂ. വേദവ്യാസ മഹർഷി അരയിലെങ്കിലും ഒരു തുണി ഉടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ മരവുരി ഉടുത്തുകൊണ്ടാണ് കുടീരത്തിൽ താമസിച്ചത്. എന്നാൽ മകൻ്റെ അധ്യാത്മ അനുഭവം, ആ ആത്മാഹ്ലാദത്തിൽ ആറാടി ഊളയിട്ട് നടന്നുകൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരൻ 16 വയസ്സിലുള്ള ആ ശുഗമഹർഷിക്കാകട്ടെ ഉടുതുണി പോലുമില്ല, അതിൻ്റെ ആവശ്യമില്ല. സാധാരണ നാം വസ്ത്രം ധരിക്കുന്നത് പല കാരണത്തിലുമാണ്. മുഖ്യമായി നമ്മുടെ രഹസ്യ പ്രദേശം പുറത്ത് കാണിക്കരുത് എന്നുള്ളതാണ് ഒരു ഉദ്ദേശം. അങ്ങനെ തനിക്കൊരു രഹസ്യവും ഇല്ല, കാണാൻ പാടില്ലാത്തതൊന്നുമില്ല. എന്നെ അവതാളത്തിലാക്കുന്ന ദേഹാഭിമാനം എനിക്കില്ല. ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ആത്മാഹ്ലാദത്തിൽ ആറാടിക്കൊണ്ടിരിക്കുന്നവനാണ്. ഞാൻ പറയുന്നതെന്തും കാണുന്നതെന്തും കേൾക്കുന്നതെങ്കിലും വിവരിക്കുന്നതെല്ലാം കലവറയില്ലാതെ തുറന്നാണ്. എൻ്റെ ശരീരം എങ്ങനെ നഗ്ന സുന്ദരമോ അതേമാതിരി എൻ്റെ മനസ്സും എൻ്റെ ബുദ്ധിയും അതിൽ നിന്ന് നിർഗളിക്കുന്നതായ വാക്കുകളും നഗ്ന സുന്ദരമായിരിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവിചാരിതമായി പരീക്ഷത്തിൻ്റെ അടുത്ത് അദ്ദേഹം വന്നു പെട്ടത്. 7 ദിവസം മുഴുവനാകുന്നതിന് മുൻപേ ശുഗമഹർഷി ചൊരിയുന്നതായ എല്ലാ വാക്കുകളും കേട്ട് ഗ്രഹിച്ച് സംശയങ്ങൾ തീർത്ത് ചോദ്യങ്ങൾ ഉന്നയിച്ച് ആശയത്തെളിച്ചം വന്നതോടുകൂടി പരീക്ഷിത്തും പരമഹംസനായി തീർന്നു. അങ്ങനെ പരമഹംസൻ രചിച്ചതും അവധൂത പരമഹംസൻ പ്രതിപാദിച്ചതും അത് കേട്ട് പരീക്ഷിത്ത് മഹാരാജാവ് പരമഹംസനായതും ആയിത്തീർന്നതും ഇതാണ് ഭാഗവതത്തിൻ്റെ പ്രതിപാദ്യം, അതിൻ്റെ സ്വഭാവം എന്ന് നിങ്ങളെല്ലാം മനസ്സിലാക്കണം. നിങ്ങളൊരു പരീക്ഷിത്ത് പോലെ വേണം ഓരോരുത്തരും ഇന്നിവിടെ ഇരിക്കാൻ. ശുഗമഹർഷിയെപ്പോലെയും വേദവ്യാസ മഹർഷിയെപ്പോലെയും ആണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനും പോകുന്നത്. അത് നല്ല പോലെ മനസ്സിലാക്കിയാലേ ഈ പാരമഹംസ സംഹിത അർത്ഥമാവുള്ളൂ. ഭാഗവതം ധാരാളം സപ്താഹങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. പലരും പല കഥകളും പ്രതിപാദനങ്ങളും ഇവിടെ നടത്തുന്നു. എന്തുകൊണ്ടാണ് ഭാഗവതത്തിൻ്റെ പൊരുൾ പുറത്തു കൊണ്ടുവരാത്തത്? എത്രയോ ജനങ്ങൾ എനിക്ക് എഴുതുന്നുണ്ട്, സ്വാമിജി ഭാഗവതം ഇങ്ങനെയാണെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. പിന്നെ ഭാഗവതത്തിൽ വേറെ എന്താ ഉള്ളത്? ഇതന്നെയല്ലേ ഉള്ളത്? അതൊരു പാരമഹംസ സംഹിതയാണ്. ഒരു പരമഹംസൻ പ്രതിപാദിച്ചാലേ അതിൻ്റെ ഉൾപ്പൊരുളോ അതിൻ്റെ ലക്ഷ്യമോ അതിൻ്റെ എല്ലാ വിധത്തിലുള്ള തത്വമൂല്യ സിദ്ധാന്തങ്ങളോ വേണ്ടതുപോലെ വെളിച്ചം ഗ്രാഹ്യമാവൂ, ഗ്രഹിച്ച് നമ്മുടെ മനസ്സ് സമ്പന്നമാകൂ. ആ ഭാഗവതത്തിൻ്റെ ഉദ്ദേശം ഭക്തിയെ പ്രബലപ്പെടുത്തി വിശാലമാക്കി അതിൽ വിവേകവും വൈരാഗ്യവും കൂട്ടിച്ചേർത്ത് ആത്മജ്ഞാന സമ്പത്ത് നൽകി അതിനെ സമഗ്രമായി സമ്പുഷ്ടമാക്കി സാഫല്യ ദീപ്തി നൽകുന്നതാക്കണം. ഇതാണ് ഭാഗവതത്തിൻ്റെ ഉദ്ദേശം. ഭക്തിയുടെ ഒരംശമെങ്കിലും ഇല്ലാത്തവർ ലോകത്തിൽ ഒരാളുമില്ല. ആരെങ്കിലും ഞാൻ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള അന്തരാത്മാവിനെയാണ്. ഈ ആത്മാവിൻ്റെ പര്യായ ശബ്ദമാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ. വദന്തി തത്തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. സൂതൻ ആദ്യമേ പറഞ്ഞു വെച്ചു എന്ത്? അങ്ങ് ധാരാളം ശാസ്ത്രങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും വായിച്ചിട്ടുണ്ടല്ലോ. ആ വായിച്ചിട്ട് എല്ലാം കൂടി മനസ്സിലാക്കിയത് ഞങ്ങളെ ഒന്ന് പറഞ്ഞു ധരിപ്പിക്കാമോ എന്ന് ചോദിച്ചപ്പോ സൂതൻ പറഞ്ഞതാണ്. തത്വജ്ഞാനികൾ പറയുന്നത് ഇതാണ്: വദന്തി തത്തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം. അദ്വയമായിരിക്കുന്ന ജ്ഞാനമാണ് തത്വം, സത്യം. അത് വിട്ടൊന്നുമില്ല. ആ അദ്വയ ജ്ഞാനത്തെയാണ് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. പരബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാനെന്നും പറയുന്നത് ഈ അദ്വയ ജ്ഞാനത്തെയാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഈ അദ്വയ ജ്ഞാനം എവിടെയാ? മൂക്കിനും തൊലിക്കും പുറത്തോ അതോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലോ?
നിങ്ങൾക്ക് ജ്ഞാനം എന്ന് പറയുന്ന ഒരു അനുഭവം, ഒരു പ്രത്യയം എവിടെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? എത്രയെങ്കിലും പരിശോധിച്ചോളൂ. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പാർട്ടിക്കിളും വേവുമായി എത്ര തന്നെ കൂലങ്കഷമായി പരിശോധിച്ചാലും ജ്ഞാനം എന്നൊരു സാധനത്തിനെ കണ്ടുപിടിക്കാൻ അവർക്ക് സാധിക്കുമോ? അത് നോക്കിക്കാണുന്ന കണ്ണിലുമല്ല, മനസ്സിലുമല്ല, ബുദ്ധിയിലുമല്ല, അതിൻ്റെയും അപ്പുറത്താണ് അത് അങ്കുരിക്കുന്നതും നിലനിൽക്കുന്നതും. ആ അദ്വൈത ജ്ഞാനത്തെയാണ് പരബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാനെന്നും പറയുന്നത്. ഇതാര് പറയുന്നു? ശ്രീമദ് ഭാഗവതം പറയുന്നു. അപ്പൊ ഭക്തി എന്ത്? ഭഗവാൻ എന്ത്? ആ ഭഗവാനെ സാക്ഷാത്കരിക്കുന്നത് എങ്ങനെ? ഭുക്തി മനസ്സിൽ നിന്ന് പോകുന്നത് എപ്പോൾ? ഭക്തി വർദ്ധിക്കുന്നത് എപ്പോ? അതിന് ഗാഠതയും വിശാലതയും ഉത്തുംഗതയും ഉദാത്തതയും ഉണ്ടാവുന്നത് എപ്പോ? ഇതൊക്കെ പ്രതിപാദിച്ചുകൊണ്ടാണ് ഈ ശാസ്ത്രം മുന്നേറുന്നത്. ശ്രീമദ് ഭാഗവതത്തെ നാം ഒരു ശാസ്ത്രമായി തന്നെ കാണണം, ശാസ്ത്രമായി തന്നെ കാണണം. ഏത് ശാസ്ത്രത്തിനും ചില ലക്ഷണങ്ങളുണ്ട്. ഉപക്രമം, ഉപസംഹാരം, ആവർത്തനം, അർത്ഥവാദം, ഉപപത്തി എന്നിങ്ങനെ പല ലക്ഷണങ്ങളോട് കൂടിയ ശാസ്ത്രങ്ങളാണ്. അപ്പൊ ശ്രീമദ് ഭാഗവതം പ്രതിപാദിക്കാൻ പോകുന്നത് അത് വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ലഭിക്കണമെന്ന് ഉദ്ദേശിക്കുന്നതുമായ പൊരുൾ എന്താ? ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? സത്യം പരം ധീമഹി. 3 അക്ഷരാണ്. സത്യം പരം ധീമഹി. പരമമായ സത്യത്തെ ബുദ്ധിയിൽ ഞങ്ങൾ നിർത്തിക്കൊണ്ടിരിക്കുന്നു. സത്യം എന്ന് പറയുന്നത് കണ്ണിന് കാണില്ല, ചെവിക്ക് കേൾക്കില്ല. അതൊരു തത്വമാണ്, ഒരു തത്വമാണ്. ഇൻഫിനിറ്റി എന്ന് നിങ്ങൾ പറയുന്നു. ഈ ഇൻഫിനിറ്റിയെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനോ കാണാനോ പറ്റുമോ? എന്താ മിണ്ടാതെ? പറ്റുമോ? എന്താ ഇൻഫിനിറ്റി എന്നൊന്നില്ലേ? പൂജ്യം ഒന്ന് കാണിച്ചു തരൂ. പൂജ്യം. ശൂന്യം ഒന്ന് കാണിച്ചു തരൂ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും തത്വമായി, പ്രത്യയങ്ങളായി, മനസ്സിലുള്ള തോന്നലോ ബുദ്ധിയിലുള്ള ആശയങ്ങളോ ആയി നിലനിൽക്കുന്നതാണ്. അങ്ങനെ ഒന്നാണ് പരമസത്യം. അതിനെ നാം ബുദ്ധി കൊണ്ട് ആലോചിച്ച് അതിൽ നിർത്തിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. ഈ ധീമഹി ഋഗ്വേദത്തിലുള്ള ഗായത്രി പറയുന്നത് ഇതാണ്. തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. സവിത എന്നൊരു പ്രകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് വാസ്തവത്തിൽ സൂര്യനല്ല. എന്താ അവിടെ പ്രാർത്ഥന അല്ലെങ്കിൽ ഉദ്ദേശം? ധിയോ യോ നഃ പ്രചോദയാത്. ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ബുദ്ധിവൃത്തികളെ നിരന്തരം പ്രകാശിക്കപ്പിക്കട്ടെ എന്നാ പറയുന്നത്. സൂര്യപ്രകാശത്തിന് ഉള്ളിൽ കിടന്ന് ബുദ്ധിയെ പ്രചോദിപ്പിക്കാൻ സാധിക്കോ? എന്താ മിണ്ടാത്തെ? സൂര്യപ്രകാശത്തിന് കാണാൻ നമ്മുടെ കണ്ണു വേണം. ആ പ്രകാശത്തിന് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റില്ല. അപ്പൊ സവിത എന്ന് പറഞ്ഞാൽ സൂര്യനല്ലാതെ അത് സ്വാത്മഭൂതം, നമ്മുടെ ഉള്ളിൽ ഉള്ള അന്തരാത്മാവാണ്. നമ്മുടെ ആത്മാവിന് മാത്രമേ ബുദ്ധിയെ പ്രചോദിപ്പിക്കാൻ പറ്റൂ. അപ്പൊ സത്യം പരം ധീമഹി എന്ന് പറഞ്ഞാൽ അവിടുന്ന് പുറപ്പെട്ടു. ഇത് തന്നെയാണ് അവസാനം 12-ാം സ്കന്ധത്തിലും പറയുന്നത്. സത്യം പരം ധീമഹി. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ പൊരുൾ. പരമസത്യം പരമസത്യം പരമസത്യം. ആ പരമസത്യം എന്താ നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ, ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദി അവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. ഒരു ശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ. ഈ ശ്രീമദ് ഭാഗവതത്തിൽ ആദ്യം മുതൽക്ക് അവസാനം വരെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താ? തൊലി ഉരിച്ച് ധർമ്മശാസ്ത്രം പ്രതിപാദിക്കുക. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യനെ സന്ധാരണം ചെയ്യുന്നത്. ആപത്തിലും സമ്പത്തിലും ജയത്തിലും പരാജയത്തിലും ആനുകൂല്യങ്ങളിലും പ്രാതികൂല്യങ്ങളിലും ഉയർച്ചകളിലും താഴ്ചകളിലും വിഷമങ്ങളിലും സമങ്ങളിലും എല്ലാറ്റിലും തന്നെ ഒരുപോലെ മനുഷ്യന്റെ ഉൾവ്യക്തിത്വത്തെ സന്ധാരണം ചെയ്യുന്നത് എന്തോ അതാണ് ധർമ്മം. ആ ധർമ്മത്തിൽ പെടാത്ത ഒരു സാധനം ഈ ലോകത്തിലോ എവിടെയും കാണില്ല. നമ്മുടെ ധർമ്മത്തിൽ പെടുന്നതേ എല്ലാം ഉള്ളൂ. അങ്ങനെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്ന 4 എണ്ണമാണ് പുരുഷാർത്ഥം. അതിന് മാത്രം വേണ്ടി പരിശ്രമിച്ചാൽ മതി. അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പണം പെട്ടു അർത്ഥം, കാമം ആഗ്രഹപൂരണവും പെട്ടു. അതൊക്കെ ധാർമ്മികമായി ചെയ്യണം എന്നേ ഉള്ളൂ.
അത് കഴിഞ്ഞാൽ ഇത് മൂന്നും വേണ്ടതുപോലെ അനുഭവിച്ചാൽ മോക്ഷം വരെ ചെന്നെത്താം, മോക്ഷസിദ്ധിയും കൈവരും. മരണാനന്തരം കൈവരിക്കേണ്ടതല്ല ഈ മോക്ഷം, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേണം പ്രത്യക്ഷമായി അനുഭവിക്കാൻ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ധർമ്മത്തെ സങ്കോചമില്ലാതെ തൊലിയുരിച്ച് ഞാൻ പ്രതിപാദിക്കുക. നഗ്നരൂപം എനിക്ക് എങ്ങനെയോ നിങ്ങൾക്ക് എൻ്റെ ശരീരത്തിലെല്ലാം കാണാം, ഒളിച്ചു വയ്ക്കാൻ ഒന്നുമില്ല. അതുമാതിരി ഒളിച്ചു വയ്ക്കാൻ ഒന്നുമില്ലാതെ ഞാൻ പ്രതിപാദിക്കാൻ പോവാണ്. എന്താ ഇവിടെ പ്രതിപാദിക്കുന്നത്? വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം. വേദ്യം ഇവിടെ അറിയപ്പെടേണ്ടതാണ്. ശ്രീമദ് ഭാഗവതത്തിൽ ഓരോ വാക്കും, ഓരോ ശ്ലോകവും, ഓരോ ഖണ്ഡികയും, ഓരോ ലേഖനങ്ങളും, ഓരോ അധ്യായവും എല്ലാം തന്നെ ആശയബഹുലമാണ്, ആശയനിർഭരമാണ്. ആ ആശയനിർഭരമായിരിക്കുന്ന ഭാഗവതത്തിൽ ഓരോ വാക്കും ഉജ്ജീവിപ്പിക്കുന്നതോ ഉദ്ദീപിപ്പിക്കുന്നതോ പ്രത്യയങ്ങളും ആശയങ്ങളുമാണ്. ഭക്തി ഭക്തി എന്ന 2 അക്ഷരം മാത്രമേ പറയുന്നുള്ളൂ എന്ന് വെച്ചാൽ ആ 2 അക്ഷരം കൊണ്ട് അങ്ങോട്ട് നിറയ്ക്കായിരുന്നില്ലേ 18,000 ശ്ലോകം? അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം അതിൽ പല കാര്യങ്ങളും മനസ്സിലാക്കാനുണ്ട്. എന്നാൽ മുഖ്യമായിട്ടുള്ളത് എന്താ? അത്ര വസ്തു ശിവദം, വാസ്തവം. ഈ ലോകത്തിൽ വാസ്തവം എന്താന്ന് മനസ്സിലാക്കണം. നാം കാണുന്നത് വാസ്തവമല്ല. ഭൂതകാലത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഒരുപോലെ ക്ഷതമില്ലാതെ മാറ്റമില്ലാതെ നിലനിൽക്കുന്നത് എന്തോ അത് മാത്രമേ ട്രൂ വാസ്തവമായിട്ടുള്ളൂ. നമ്മുടെ ശരീരം നശ്വരമാണ്, ഭൂമി അടക്കം ലോകവസ്തുക്കളെല്ലാം നശ്വരമാണ്. അപ്പം നശ്വര ലോകത്തിൽ നശ്വര ദേഹത്തോടുകൂടി നശ്വര മനസ്സോടുകൂടി ജീവിക്കുമ്പോൾ നാം ഒരിക്കലും സത്യത്തെ കാണുക എന്നുള്ളതില്ല. എല്ലാം ഇവിടെ അസത്യങ്ങളാണ്, അവാസ്തവങ്ങളാണ്. അപ്പോൾ വാസ്തവങ്ങളെ തെരഞ്ഞു പിടിക്കണം. അത് പ്രതിപാദിക്കുകയാണ് ഞാനിവിടെ. എന്തുകൊണ്ട്? അത് മാത്രമേ ശിവദം. എന്താ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ശിവദം. അത് മാത്രമേ മംഗളം പ്രദാനം ചെയ്യുള്ളൂ. നമ്മുടെ കുടുംബം, നമ്മുടെ കുട്ടികൾ, ലോകത്തിലുള്ള വിഭവങ്ങൾ എല്ലാം തന്നെ മംഗളം നൽകുന്നതല്ല, വിഷമങ്ങളും ദുരിതങ്ങളും നൽകുന്നതാണ്, താപത്രയങ്ങൾ രചിക്കുന്നതാണ്. അമ്മയുടെ ഗർഭത്തിൽ രൂപം പൂണ്ട് പ്രസവരൂപത്തിൽ പുറത്തു വന്നു കഴിഞ്ഞാൽ ഏതു കുഞ്ഞുണ്ടോ എങ്ങനെയായിക്കോട്ടെ താപത്രയത്തിന് വിധേയമാണ്. ആധ്യാത്മിക ദുഃഖം, ആധിഭൗതിക ദുഃഖം, ആധിദൈവിക ദുഃഖം എന്ന് പറയുന്ന 3 ദുഃഖങ്ങൾക്ക് വിധേയമാണ് എല്ലാവരും. ആ 3 ദുഃഖത്തെയും മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റണം എന്നുണ്ടെങ്കിൽ താപത്രയോന്മൂലനം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം. വാസ്തവമായിരിക്കുന്ന ശിവം, മംഗളപ്രദായകമായിരിക്കുന്ന ഒരു വസ്തുവെ ഞാൻ ഉദ്ബോധിപ്പിക്കണു. നിങ്ങളിത് മനസ്സിലാക്കണം. ശിവം നമ്മുടെ വ്യക്തിത്വത്തിൽ 2 ഭാഗമാണ്. ഒന്ന് കാണപ്പെടുന്നത് ദൃശ്യമായി സ്ഥൂലമായിരിക്കുന്ന ഈ ശരീരം. ആ ശരീരം എന്താ? ശവം. എന്താ പേടിയാവുണ്ടോ പറയുമ്പോൾ? അത് ശവമാണ്. അതിനെ ജീവിപ്പിക്കുന്നതും ഉജ്ജീവിപ്പിച്ച് നിർത്തുന്നതും ശിവരൂപത്തിലുള്ള ചേതനാവിശേഷമാണ്. അപ്പം നമ്മുടെ ശരീരം ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ശരീരമാണോ ജീവിക്കുന്നത്, അതോ ശരീരത്തിനെ ഉജ്ജീവിപ്പിക്കുന്ന ചേതന ശിവമോ? ആ ശിവത്തെ നാം കാണുന്നില്ല. കാലത്ത് എണീക്കുമ്പോൾ ശിവമാണ് നമ്മളെ എഴുന്നേൽപ്പിക്കുന്നത്, പല്ല് തേപ്പിക്കുന്നത് അതാണ്, കഴിക്കുന്നത് അതാണ്, വിശപ്പുണ്ടാക്കുന്നത് അതാണ്, വിശപ്പ് തീർക്കുന്നത് അതാണ്. അതാണ് ശബ്ദമായി, പ്രാണമായി, ചിന്തയായി, ആലോചനയായി, അനുഭവമായി, ഓർമ്മയായി ഒക്കെ പരിണമിക്കുന്നതും ഉണ്ടാക്കി തീർക്കുന്നതും ഈ ശിവമാണ്. എന്നാലോ ഒരാളും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും മനസ്സിലാക്കി, ശിവം വാസ്തവം എന്ന് പറയുന്ന ശിവത്തെ മനസ്സിലാക്കി താപത്രയത്തെ ഉന്മൂലനം ചെയ്ത് എല്ലാവരിലും ആനന്ദം, ആനന്ദം, ആഹ്ലാദ ഭരിതത്വം വേണ്ടതുപോലെ രചിക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ളതാണ് ഈ ശാസ്ത്രം. ഈ ശാസ്ത്രമുള്ളപ്പോൾ ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈഹി. ഈ മഹാഭാഗവതം എന്ന് പറയുന്ന ശാസ്ത്രമുള്ളപ്പോൾ ബാക്കിയുള്ളത് കൊണ്ട് എന്താ ആവശ്യം? വേറെ ഒന്നൊരു ആവശ്യമില്ല. എന്താ കാരണം? ഈശ്വരഃ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഈശ്വരഃ, ഈശ്വരൻ സദ്യോ, പെട്ടെന്ന് തന്നെ, സദ്യോ ഹൃദ്യവരുദ്ധ്യതേ, ഹൃദയത്തിൽ അവരോധിക്കപ്പെടുന്നു. എന്താ ഞാൻ പറഞ്ഞാവോ? ഈശ്വരനെ ഹൃദയത്തിൽ അവരോധിക്കുന്നു. ആരുടെ? ശുശ്രൂഷുഭിസ്തക്ഷണാത്. ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ശാസ്ത്രം നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് വായിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അത് സംസ്കൃതമാണ്. അതിലുള്ള ആശയങ്ങൾ പലപ്പോഴും ഗഹനമാണ്, സൂക്ഷ്മമാണ്, സൂക്ഷ്മമാണ്. പലരും അത്ര ശ്രദ്ധിച്ചു, കേട്ടു, ഗ്രഹിച്ചു, മനസ്സിലാക്കി, ഉൾക്കൊണ്ടു എന്ന് വരില്ല.
അങ്ങനെ വരുമ്പോൾ ആദ്യമായിട്ട് ഇത് കേൾക്കാനേ പറ്റുള്ളൂ. അറിവുള്ളവർ പറഞ്ഞു കേൾക്കണം. ശുശ്രൂഷുഭിഹി, ആ കേൾക്കുന്നത് തന്നെയാണ് നമ്മുടെ നിഷ്ഠ, വ്രതം. അങ്ങനെയുള്ളവർ കുറച്ച് പുണ്യവും കൂടി അവർക്കുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഈശ്വരനെ പിടിച്ച് കെട്ടാം. ആ ഈശ്വരനെ ഹൃദയത്തിൽ അവരോധിപ്പിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം. കേട്ടുവോ നിങ്ങൾ? ഈ ഹാളിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നതിന് മുൻപ് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ഈശ്വരനെ അവരോധിപ്പിച്ചിട്ടേ ഇവിടുന്ന് പറഞ്ഞയക്കുള്ളൂ. ആണെങ്കിൽ നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഇരിക്കണം, കിടക്കരുത് പുറത്ത്. സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. ഈ ശ്രീമദ് ഭാഗവതം നമ്മുടെ മുൻപിൽ 3 കുട്ടികളെ അവതരിപ്പിക്കുന്നു. ആരാണ് ആദ്യത്തെ കുട്ടി? ശമീക മഹർഷിയുടെ പുത്രൻ ശൃംഗി. എന്താ സംഭവം? പാണ്ഡവ വംശജൻ, അനേകം അശ്വമേധ മഹായാഗം നടത്തിയിട്ടുള്ള പരീക്ഷിത്ത് മഹാരാജാവ് ഒരു ദിവസം കാട്ടിൽ ചെന്നു, നായാടി, തളർന്നു, ദാഹിച്ചു, വെള്ളം കിട്ടിയില്ല. എങ്ങനെയെങ്കിലും വെള്ളം വേണം എന്നുണ്ടെങ്കിൽ ഒരു കുടീരം അവിടെ ഉണ്ടെങ്കിൽ പോവാം എന്ന് പറഞ്ഞ് ശമീക മഹർഷിയുടെ കുടീരത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ചെല്ലുമ്പോഴേക്കും മഹർഷിയോ അന്തേവാസിയോ എടിയിട്ട് സ്വാഗതം ചെയ്ത്, അയ്യോ വെള്ളമാണോ വേണ്ടത്, ദാ വെള്ളം എന്ന് പറഞ്ഞ് ജലപാത്രവും വെള്ളവുമായിട്ട് കൊണ്ടുപോകത്തൊക്കെയാണ് പ്രതീക്ഷ. അവിടെ ചെന്നപ്പോൾ ശമീക മഹർഷി കണ്ണടച്ച് ദേഹബോധവും ലോകബോധവും ഒന്നുമില്ലാതെ ആത്മമഗ്നനായിരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ വാസ്തവത്തിൽ പരീക്ഷിത്ത് പാരമ്പര്യത്തോടു കൂടി ചെയ്യേണ്ടത് എന്താ? അയ്യോ ഇങ്ങനെ ഒരു സ്ഥിതി കാണാൻ വളരെ അപൂർവമാണല്ലോ, ആർക്കും പറ്റില്ലല്ലോ, വേഗം ഒന്ന് പ്രണമിക്കുക, കാത്തിരിക്കുക, അദ്ദേഹം കണ്ണ് തുറക്കുന്നത് വരെ ആ അനുഗ്രഹം മേടിച്ചു വരിക. അപ്പോൾ വെള്ളവും കിട്ടിയിട്ടുണ്ടാവും. അതല്ല തോന്നിയത്, ദേഹദാഹം മനസ്സിൻ്റെ വിവേകത്തെ അപഹരിച്ചു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമുക്കും ഇല്ലേ അങ്ങനെ ഒരു മനസ്സ്? എത്ര തവണയാ നിങ്ങളുടെ മനസ്സിന് വിവേകം എന്നുള്ളത് നയിക്കുന്നതിന് പകരം ശരീരത്തിനും മറ്റുള്ളതിനുമുള്ളതായ വേഷം കൊണ്ടും ദ്വേഷം കൊണ്ടുമൊക്കെ അപഹരിച്ചങ്ങനെ കൊണ്ടുപോകുന്നത്? മഹാരാജാവ്, പാണ്ഡവ പാരമ്പര്യമുള്ളവൻ, എത്രയോ കേമൻ, ശ്രേഷ്ഠൻ, ആരാധ്യനായിരിക്കുന്ന രാജാവ് ആനയ്ക്കും അടിതെറ്റും, തെറ്റി അടി. ശമീക മഹർഷിയെ കണ്ടപ്പോൾ ആ ദാഹത്തിൻ്റെ ഊക്കിൽപ്പെട്ട് എല്ലാ വിവേകവും നഷ്ടപ്പെട്ട് കോപം വന്നു. കോപാന്ധനായി ഇദ്ദേഹം വാസ്തവത്തിൽ ധ്യാനിച്ച് സമാധിസ്ഥനായി ഇരിക്കുകയാണോ അതോ ഇതൊരു കപട പ്രദർശനമോ എന്ന് നോക്കിക്കളയാമെന്ന് പറഞ്ഞ് പുറത്തു കിടന്നപ്പോൾ പ്രകൃതി അവിടെ പിണച്ചു വെച്ചിരിക്കുന്നു ഒരു ചെത്ത പാമ്പിനെ. അത് കണ്ട മാത്രയിൽ വില്ലിൻ്റെ തുമ്പ് കൊണ്ട് ഇങ്ങനെ എടുത്തു കൊണ്ടുവന്ന് മാല എൻ്റെ തലയിൽ കഴുത്തിലിട്ടുമല്ലോ മാല, അതേമാതിരി അങ്ങോട്ട് ഇട്ടു. കോപമാണല്ലോ, കോപത്തിൽ എന്തും ചെയ്യാലോ മനുഷ്യന്, കോപാന്ധനല്ലേ പറയുക. അങ്ങനെ ചെത്ത പാമ്പിനെ ശമീക മഹർഷിയുടെ കഴുത്തിലിട്ട് പുറത്തുപോയി കഴിയുമ്പോഴേക്കും താൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ആലോചനയായി. പെട്ടെന്ന് ചെയ്തതാണ്, കാമത്തിനും ക്രോധത്തിനും മോഹത്തിനുമെല്ലാം വിധേയമായി പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവം, നമ്മുടെ സമ്പ്രദായം തന്നെ. അതിൽപ്പെട്ടു, ചെയ്തത് തെറ്റായില്ലോ എന്നുള്ള വിചാരമൊക്കെ ഉണ്ടായി, പശ്ചാത്താപം മടങ്ങിപ്പോയി. പെട്ടെന്ന് ഈ വർത്തമാനം കാട്ടുതീ പോലെ പടർന്നു. ശമീക മഹർഷിയുടെ പുത്രൻ ശാർങ്കി കളിച്ചുകൊണ്ടിരിക്കുക കുട്ടികളുടെ കൂടെ. അവിടെ ചെന്നെത്തി. ഒരു പരീക്ഷിത്ത് മഹാരാജാവിന് വെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ ഇത്രയധികം കോപമാകാമെങ്കിൽ ആ ഒരു ചെറിയ കുട്ടിക്ക് തൻ്റെ അച്ഛനെ ഇങ്ങനെ ധിക്കാരം ചെയ്ത് അപമാനിച്ചതിൻ്റെ പേരിൽ എത്ര ക്ഷോഭം ആയിക്കൂടാ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ പറയണത് പഴയ കഥയോ അതോ നിങ്ങളുടെ മനസ്സിൻ്റെ കാര്യമോ? അങ്ങനെ ഒരു മനസ്സിൻ്റെ ഉടമസ്ഥന്മാരാണ് നമ്മൾ. നമ്മുടെ ശരീരത്തിൽ പഞ്ചഭൂതങ്ങളാണ്. ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സിൽ ഇങ്ങനെയുള്ള കാമക്രോധങ്ങളും വെറുപ്പും വിദ്വേഷവും ക്ഷണികത്വവും ഒക്കെയാണ് അവിടെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത്. പെരിച്ചാഴികൾ ധാരാളം ഉണ്ട് നമ്മുടെ മനസ്സിൽ. നല്ല പോലെ മനസ്സിലാക്കൂ. എത്ര നിങ്ങൾ പൗഡർ പൂശിയാലും വേഷം ധരിച്ചാലും മനസ്സ് വെളുക്കാൻ പോണില്ല കൂട്ടരെ. മനസ്സിനെ വെളുപ്പിക്കണമെങ്കിൽ അതിന് തത്വവിചാരം വേണം. നല്ല നല്ല സത്യങ്ങളും മംഗളകാര്യങ്ങളും എല്ലാം കേൾക്കണം. അത് കേൾപ്പിക്കുന്നതാണ് ഈ ഭാഗവതം എന്ന് പറയുന്നത്. ആ കുട്ടി കേട്ട മാത്രയിൽ കോപിച്ച് ഭാഗീരഥിയിൽ ഇറങ്ങി കയ്യിൽ വെള്ളമെടുത്ത് ഇങ്ങനെ ഒരു സാഹസം ചെയ്തത് ക്ഷത്രിയ ഹസ്തമേ ആകൂ. അവർക്ക് എപ്പോഴുമുണ്ട് ഒരു ധിക്കാരം, എപ്പോഴുമുണ്ട് ഒരു ഹുങ്ക്. ആ ക്ഷത്രിയൻ്റെ ഹസ്തബലമോ മേറെ അതോ മുനികുമാരൻ്റെ മനോബലവും തപസ്സുമോ മേലെ എന്ന് കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് കയ്യിൽ വെള്ളമെടുത്ത്, ജീവിച്ചിരിക്കുന്ന ഏത് കൈയാണോ എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ചെത്ത പാമ്പിനെ കൊണ്ടിട്ടത്,
ആ ഹസ്തങ്ങൾ, ആ ശരീരം 7-ാം ദിവസം ജീവിച്ചിരിക്കുന്ന സർപ്പം വന്ന് കടിച്ച് ആ കടിത്തിയിൽ വെന്ത് വെണ്ണീറാവട്ടെ എന്നൊരു ശാപം. അതും കഴിച്ച് അച്ഛനെ കാണാൻ ഓടി വരിക. അപ്പോഴേക്കും അച്ഛൻ എണീറ്റു. അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൽ നിന്ന് നോക്കിയപ്പോൾ എന്തോ ഒരു ഭാരം, ചെത്ത പാമ്പ, അതിനെ അങ്ങോട്ട് എടുത്ത് മാറ്റി. കഴിഞ്ഞു കാര്യം. അത് ചെത്തത്, അത് അരിച്ചൊന്നുമില്ല. കഴുത്തിൽ ആരോ കൊണ്ടിട്ടു, അന്വേഷിക്കാൻ ചെല്ലണോ, അത് എടുത്തു മാറ്റി. അങ്ങനെ എടുത്തു മാറ്റി ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ കുട്ടി ഓടിക്കതച്ച് വരണത്. എന്താ പൊന്നുമോനെ എന്ന് ചോദിച്ചപ്പോൾ, അച്ഛാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ആ കുട്ടി നടന്ന വർത്തമാനം പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് നിങ്ങളാണെങ്കിൽ അങ്ങനെ ഒരു കുട്ടിയെ എന്താ ചെയ്യുക? മോനെ നന്നായിട്ടോ, ഇത് ഞാൻ തന്നെ ചെയ്യേണ്ടതായിരുന്നു, അതുകൊണ്ട് ഞാൻ വേഗം കാഡ്ബറി മേടിച്ച് അങ്ങോട്ട് തരാം, ഇതാണല്ലോ നിങ്ങൾ പറയുക അല്ലേ? ആലോചിച്ച് നോക്കൂ. വേദവ്യാസർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു കുട്ടി ഉണ്ടായി, ഇങ്ങനെ ഒരു ഗതികേട് വന്നാൽ നിങ്ങൾ എന്താ ചെയ്യാന്ന്? അദ്ദേഹം പറഞ്ഞത് എന്താ? അഹോബതാം ഹോ മഹദജ്ഞതേ കൃതം അൽപീയസി ദ്രോഹ ഉരുർദമോ ധൃത. എൻ്റെ പൊന്നുമോനെ, നീ ഇത് ചെയ്തു പോയില്ലോ. ബതാം ഹോ മഹദജ്ഞതേ കൃതം, നീ വെറും വിഡ്ഢിയായി, അജ്ഞാനിയായി വലിയ ഒരു മഹാപാപമാണ് ചെയ്തത്. അൽപീയസി ദ്രോഹ, ചെറിയ ഒരു ദ്രോഹം. എന്താ ചെയ്തത്? ചെത്തൊരു പാമ്പിനെ എൻ്റെ കഴുത്തിൽ കൊണ്ടിട്ടു, അദ്ദേഹം കൊണ്ടിട്ടു, ഞാൻ എടുത്തു കളഞ്ഞു. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. അത് അവിടെ കിടക്കുന്നത് എൻ്റെ കഴുത്തിലായി, ഞാൻ കഴുത്തിൽ നിന്ന് എടുത്ത് മാറ്റി, അതോടുകൂടി ആ കേസ് തീർന്നു. നീ എന്താ അത് ഇങ്ങനെ ചെയ്തത്? ചെറിയൊരു ദ്രോഹത്തിന് ഇത്ര വലിയ ശിക്ഷ കൊടുക്കേ? മനസ്സിലാക്കണം എൻ്റെ പൊന്നുമോനെ, നീ ഒരു നല്ല കുട്ടിയാണ്, ഒരു മഹർഷിപുത്രനാണ്. തപസ്സാകണം നിന്റെ ബലം, അതാകണം നിന്റെ മഹിമ, അതാകണം നിന്റെ യോഗ്യത. ഇങ്ങനെയുള്ള മത്സരത്തിലോ ഇങ്ങനെയുള്ള ദ്വേഷത്തിലോ നമ്മുടെ മനസ്സിനെ വിനിയോഗിക്കരുത് നാം. പ്രായശസാധവോ ലോകേ പരൈർദ്വന്ദ്വേഷു യോജിതാഃ ന വ്യഥന്തി ന ഹൃഷ്യന്തി യത ആത്മാ അഗുണാശ്രയഃ. ശ്രീമദ് ഭാഗവതത്തിൻ്റെ തുടക്കത്തിലുള്ള കഥയാണ് ഞാൻ ഈ പറയണത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പ്രായശസാധവോ ലോകേ പരൈർദ്വന്ദ്വേഷു യോജിതാഃ. സജ്ജനങ്ങളുടെ സ്വഭാവം എന്താ? നല്ല മനുഷ്യരുടെ, ബാക്കിയുള്ളവർ എത്ര തന്നെ നമ്മൾ നിന്ദിച്ചാലും ഇൽ ട്രീറ്റ് ചെയ്താലും ക്രൂരമായോ നിഷ്ഠുരമായോ നമ്മോട് പെരുമാറിയാലും, പ്രായശഃ സാധാരണ സാധവോ ലോകേ പരൈർദ്വന്ദ്വേഷു യോജിതാഃ ന വ്യഥന്തി, അവർ മനോവേദനയ്ക്ക് വിധേയരാവില്ല. ന ഹൃഷ്യന്തി, സന്തോഷത്താൽ തുള്ളിച്ചാടൂല്ല. എന്താ കാരണം? യത ആത്മാ അഗുണാശ്രയഃ. നമ്മുടെ ഉൾ വ്യക്തിത്വം പരമാത്മാവാണ്, അന്തരാത്മാവാണ്. ആ അന്തരാത്മാവിൻ്റെ നിലവാരത്തിൽ അഗുണാശ്രയഃ. പ്രകൃതിയുടെ ഗുണങ്ങളോ ആ ഗുണങ്ങളുടെ വിക്രിയകളോ ഒന്നും അവിടെ യേശുന്നില്ല. കാമം ക്രോധം എന്ന് പറയുന്നത് മനസ്സിലാണ്, സംശയം അറിവ് എന്ന് പറയുന്നത് ബുദ്ധിയിലാണ്, അഹങ്കാരം എന്ന് പറയുന്നത് അപ്പുറത്താണ്. ഇതിനൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ മേൽക്ക് മേൽ ഒരു വ്യക്തിത്വമുണ്ട് നമുക്ക്. അതാണ് പരമാത്മാ എന്ന് പറയുന്നത്. അതിനെയാണ് ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ചെറുപ്പകാലം മുതൽക്ക് പറയാൻ തുടങ്ങിയ ഞാൻ വയസ്സായി 80 85 ആ ഞാനൊരു മാറ്റവും ഇല്ല. എല്ലാ സമയത്തും ഒരുപോലെ നിലനിൽക്കുന്നു. അങ്ങനെ ഒരു ഉൾ വ്യക്തിത്വം മരത്തടിയുടെ ഉള്ളിൽ ഭിത്ത് എന്ന് പറയുന്നത് ഉള്ളതുപോലെ നമ്മുടെ ഉള്ളിലുണ്ട്. അത് അഗുണമാണ്. ഇങ്ങനെയുള്ള ചാഞ്ചാടലോ ഇങ്ങനെയുള്ള കാമക്രോധങ്ങളുടെ ആ തള്ളിച്ചയോ ഇതൊന്നും അവിടെ വരരുത്. അതാണ് നമ്മുടെ മഹർഷിമാരുടെ പാരമ്പര്യം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ എന്താ ചെയ്യണേ? കുട്ടികളെ കൊണ്ടുവരികയില്ല സത്സംഗം നടക്കുന്ന സ്ഥലത്ത്. അവർ ട്യൂഷന് പോയിരിക്കുക. അവിടെ അങ്ങനെയാ. എൻ്റെ മോന് പഠിക്കാനുണ്ട്. ഇത് പഠിപ്പല്ല കേട്ടോ, ഇത് ചെടിപ്പാ. ഇതാണ് നമ്മുടെ സമ്പ്രദായം. ആ കുട്ടിയെ ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ചെറിയ കുട്ടിക്കാലം മുതൽക്ക് തന്നെ അച്ഛനമ്മമാർക്ക് കുട്ടികളെ ഉപദേശിക്കാൻ സാധിക്കണം. നിങ്ങൾ മനസ്സിലാക്കിയാലല്ലേ നിങ്ങൾക്ക് കുട്ടികളെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ശൃംഗിയും ശമീക മഹർഷിയും തമ്മിൽ നടന്ന സംവാദത്തിൻ്റെ 4 വരിയെങ്കിലും നിങ്ങൾ പഠിക്കുമെങ്കിൽ, നമ്മുടെ സ്കൂൾ പാഠങ്ങളിൽ ഉൾപ്പെടുത്തുമെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കൂ. അഭ്യസ്ത വിദ്യരാണ് കേരളീയർ. എന്നാൽ അവരുടെ പെരുമാറ്റത്തിലോ അനഭ്യസ്ത വിദ്യതയാണ് എപ്പോഴും ഞാൻ കാണുന്നത്. ഒരു നല്ല കാര്യം പഠിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്കില്ല. കുട്ടിക്കാലം മുതൽക്ക് വേണം എന്തും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ. ഇതാണ് ആദ്യത്തെ കുട്ടി. ആ കുട്ടി ഒരു തെറ്റ് ചെയ്തു. ആ കുട്ടിയെ വേണ്ടതുപോലെ അരുമയോടുകൂടി ശാസിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു അച്ഛനുണ്ടായിരുന്നു. ധ്രുവനോ, ഉത്താനപാദൻ അച്ഛൻ്റെ മടിയിലിരിക്കാൻ ചെന്നപ്പോൾ
സുരുചി പറയണു, ഈ മടി നിനക്കുള്ളതല്ല, അത് എൻ്റെ ഗർഭത്തിൽ ജനിച്ച കുട്ടിക്കുള്ളതാ. നിനക്ക് ഈ മടിയിലിരിക്കണമെങ്കിൽ ചെത്ത് എൻ്റെ വയറ്റിൽ പ്രവേശിച്ച് ജനിച്ച എൻ്റെ കുട്ടിയായിട്ട് വന്നാൽ നിനക്ക് ഈ മടി കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല. ഇത് കേട്ടിട്ടോ അച്ഛൻ നത്തുമാതിരി ഇരുന്നേ ഉള്ളൂ, ഒരക്ഷരം മിണ്ടിയില്ല. ആ സുരുചിയുടെ വാക്കിൻ്റെ മീതെ ഒന്ന് പറയാൻ അദ്ദേഹത്തിനില്ല. ഉത്തമൻ അവിടെ മടിയിലിരിക്കുന്നുണ്ട്, കാലുണ്ടല്ലോ രണ്ട്, ഒരു തൊടയിൽ ഒരു കുട്ടിയും മറ്റേ തൊടയിൽ വേറെ ഒരു കുട്ടിയും ഇരുത്തിക്കൂടെ? ഇരുത്താനായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയില്ല. സുരുചിയാണെങ്കിൽ ധിക്കരിച്ച് പറയണുണ്ട്. പാവം കേട്ട് കരഞ്ഞ് ഓടി ചാടി അമ്മയുടെ അടുത്ത് ചെന്നു. അപ്പോഴേക്കും അമ്മയുടെ അടുത്ത് വിവരം പറയാൻ ആൾക്കാരില്ലായിരുന്നു. സുനിധി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് പുറത്ത് തട്ടി പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, നിന്റെ സുരുചിയമ്മ പറഞ്ഞത് ശരിയാ. ഈ രാജധാനിയിൽ നിനക്ക് ഒരിക്കലും നീ ഉദ്ദേശിക്കുന്ന സ്ഥാനമോ മാനമോ അച്ഛൻ്റെ മടിയോ കിട്ടില്ല. ഞാൻ പോലും ഇവിടെ ഒരു വേലപ്പെണ്ണാണ്. എന്നെ രാജ്ഞിയാണെന്നോ ഭാര്യയാണെന്നോ ധർമ്മപത്നിയാണെന്നോ പറയാൻ നിന്റെ അച്ഛൻ വെമ്പുന്നില്ല, മനസ്സ് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഇനി രാജധാനിയിൽ നിനക്ക് നീതി കിട്ടില്ല. നിനക്ക് മടി വേണമോ? ഒരാൾക്കും നിഷേധിക്കാത്തതായ വിശേഷപ്പെട്ട മടിയുണ്ട്. പരമകല്യാണ നിധിയായിരിക്കുന്ന ശ്രീ ഹരിയുടെ മടി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കാത് കടം മേടിച്ച് കേൾക്കേനപ്പാ. രണ്ട് കാത് കൊണ്ട് കേട്ടാ പോരാ, കടം മേടിക്കും നിങ്ങൾ. ലോകത്തിൽ ഒരാൾക്കും നിഷേധിക്കാത്തതായ ഒരു മടിയുണ്ട്. നമ്മുടെ അച്ഛൻ നശ്വരനാണ്. ആ നശ്വര മനുഷ്യനുണ്ടല്ലോ അച്ഛൻ, അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാമക്രോധങ്ങളും വെറുപ്പും വിദ്വേഷങ്ങളും ദൗർബല്യങ്ങളുമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് എൻ്റെ പൊന്നുമോനെ, ജഗദീശ്വരനെ ആശ്രയിക്ക്, പരമകല്യാണ നിധിയായിരിക്കുന്ന ശ്രീഹരിയെ ആശ്രയിക്ക്, മധുവനത്തിലേക്ക് ചെല്ല്, തപസ് ചെയ്യ്, മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ നിന്റെ അഭീഷ്ടം സാധിക്കും എന്ന് പറഞ്ഞയച്ചു. നിങ്ങളൊക്കെ മക്കളെയും കുട്ടികളെയും പെറ്റു വളർത്തിയിട്ടുള്ളവരാ. അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി വരുന്നവരാ. നിങ്ങൾ കുട്ടികളെ ഈശ്വരന് അങ്ങോട്ട് തീട്ടൂരം എഴുതി കൊടുത്ത് അയക്കാൻ നിങ്ങൾ വെമ്പുവോ തയ്യാറാവുമോ എന്ന് ഞാൻ ചോദിക്കണു. ഒക്കെ ഭക്തന്മാരാ. ഭക്തശിരോമണി, ഭക്തശിരോമണി, ശിരോമണി. സരക്ഷിത രക്ഷതി യോഹി ഗർഭേ. ഗർഭത്തിൽ രക്ഷിക്കുന്നത് ആരോ ആ ആള് തന്നെയാണ് പുറത്തു വന്നാലും രക്ഷിക്കുന്നത്. അച്ഛൻ ഇവിടെ ഒരു രക്ഷകനല്ല, അമ്മ ഒരു രക്ഷിക്കുകയുമല്ല. നമ്മെ എല്ലാം രക്ഷിക്കുന്നത് എങ്ങനെയാ? പ്രാണൻ സഞ്ചരിപ്പിച്ചിട്ടാണ്. പ്രാണൻ തൊടുത്തുവിട്ടത് അച്ഛനുമല്ല അമ്മയുമല്ല. ആ ലങ്സ് ചുങ്ങി വികസിക്കുന്നതോ ഹാർട്ട് അടിക്കുന്നതോ ഒരൊറ്റ ആളാളുമല്ല. കാലത്തെണീറ്റ് നിങ്ങളൊരു വിളക്ക് കൊളുത്തിയത് കൊണ്ട് നിങ്ങളുടെ ഹാർട്ട് അടിക്കണോ, അതോ ഹാർട്ട് അടിക്കുന്നത് കൊണ്ട് വിളക്ക് കത്തിച്ചുവോ? എന്നോടൊന്ന് പറയും. ഹാർട്ട് അടിക്കുന്നത് കൊണ്ട് വിളക്ക് കൊളുത്തിയോ, അതോ വിളക്ക് കൊളുത്തിയത് കൊണ്ട് ഹാർട്ട് അടിക്കുന്നുവോ? ഈ ഹാർട്ട് അടിപ്പിക്കുന്നത് ആരാ? വിളക്കിൻ്റെ നാളാ. അപ്പം അതുകൊണ്ട് സ്വല്പമെങ്കിലും കൂസരുത്. അതുവരെയുള്ളതൊക്കെ ശരിയാ, അമ്മ സമാധാനിപ്പിച്ചത് വരെ ശരിയാ. പക്ഷേ വിശ്വാസത്തോടുകൂടി മധുവനത്തിലേക്ക് 5 വയസ്സായ കുട്ടിയെ അത്യധികം കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തോടുകൂടി ജഗദീശ്വരൻ എൻ്റെ കുട്ടിയെ പരിരക്ഷിക്കും, അവൻ്റെ പരിതാപം തീർത്തു കൊടുക്കും, അവൻ്റെ അഭീഷ്ടം സാധിപ്പിക്കും, നിറവേറ്റും എന്നുള്ള വിശ്വാസത്തോടുകൂടി കുട്ടിയെ അങ്ങോട്ട് പറഞ്ഞയച്ചതുണ്ടല്ലോ. അവിടെയാണ് നിങ്ങളും സുനിധിയും തമ്മിലുള്ള വ്യത്യാസം. ഭക്തൻ ചെയ്യേണ്ടതും ഭക്തൻ്റെ മാർഗവും ഇതാണ്. എന്താ ഞാൻ പറയണത് ശരിയാവണുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്കും ഉണ്ടല്ലോ ഭക്തി, പറഞ്ഞോളൂ. കഴുത്തിൽ ഇവിടെ തലയിൽ നിറച്ച് പൂ ചൂട്ടിക്കോളൂ, പ്രസാദവും വെച്ചോളൂ, നെയ്പായസം കഴിച്ചിങ്ങോട്ട് വന്നോളൂ. ഭക്തി എന്ന് പറയുന്നത് മനസ്സിലാണ് വളരേണ്ടത്. ആ കുട്ടിയെ പറഞ്ഞയച്ചു. അങ്ങനെ പോകുമ്പോൾ നാരദൻ തടുത്തു നിർത്തി ചോദിച്ചു, മഹാവിഷ്ണു ദുരാരാധ്യനാണ്, നീ വെറുതെ ഇതിന് പോണ്ടാന്ന്. നാരദ മഹർഷയെ അങ്ങ് നല്ലോണം പോലെ സംസാരിച്ചോളൂ. ഞാൻ ക്ഷത്രിയ ബാലനാണ്, ക്ഷാത്ര തേജസ്സാണ് എൻ്റെ ഹൃദയത്തിൽ. ബാക്കി എല്ലാവരും തോൽക്കുന്നതാണ് ഈശ്വരപ്രീതിക്കുള്ള പ്രയത്നം എന്നുണ്ടെങ്കിൽ അതേ കാരണത്താൽ ഞാൻ ആ പ്രയത്നം ചെയ്ത് സമ്പാദിക്കും, നേടും. അതിന് വല്ല വഴിയുണ്ടെങ്കിൽ പറയൂ, ഇല്ലെങ്കിൽ വന്ന വഴിയെ പൊക്കോളൂ എന്നാ പറഞ്ഞ കുട്ടി. അപ്പോഴാണ് ഉപദേശം കൊടുത്ത് മധുവനത്തിലേക്ക് പോയി. 6 മാസം ആവുമ്പോഴേക്കും മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് വന്നു. അകത്തിങ്ങനെ ആ ശംഖുചക്രപാണിയുടെ രൂപം കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രകാശത്തോടുകൂടി. പെട്ടെന്ന് അതങ്ങോട്ട് ടപ്പ് ഇല്ലാതെയായി. അപ്പം കണ്ണുമിഴിച്ച് നോക്കിയപ്പോൾ മഹാവിഷ്ണു മുമ്പിലുണ്ട്. പാവം, ആ കുട്ടിക്കുണ്ടോ എന്താ ചെയ്യാന്നറിയാം. 5 വർഷം പ്രായമായിട്ടുള്ളൂ.
അപ്പോഴാണ് ശംഖെടുത്ത് 2 കവളത്തും ഒന്ന് തലോടി കൊടുത്തത്. ഈ ശംഖ് എന്താ, ആരൂതിയായാലും ആകർഷകമായി ഹൃദ്യമായിരിക്കുന്ന ശബ്ദ. അത് പാപിക്കും ഊതാം, പുണ്യവാനും ഊതാം, സ്ത്രീകൾക്കും ഊതാം, പുരുഷനും ഊതാം. ആരൂതിയാലും ശംഖിൻ്റെ ശബ്ദത്തിന് മാറ്റമില്ല. അപ്പോൾ വളരെ സുന്ദരമായ ശൈലിയിൽ സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തതാണ്. അവിടുന്ന് അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി. ആദ്യത്തെ സ്തുതിയാണ് ഇവിടെ ഇന്നലെ മാ ഗുരുപ്രിയ ഈ ദീപം തെളിയിക്കുമ്പോൾ 2 ഭക്തന്മാരും ശിഷ്യന്മാരുമായി അവിടുന്ന് ആലപിച്ചത്. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ആ മഹാവിഷ്ണുവിനെ സ്തുതിക്കുകയാണ്. ഇവിടെ സ്തുതിക്കുന്നത് 5 വയസ്സുകാരനോ ആരോ ആവട്ടെ, കേൾക്കുന്നതാരാ? ഇവിടെ ധ്രുവ ബാലന്മാരും വല്ലവരും ഉണ്ടോ? ഇല്ല, ഒരാളും ഇല്ല അവിടെ. ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ സുനീതിമാരാ. അപ്പോൾ പറയുന്നത് ആയത് മുഖത്തിലൂടെ ആയാലും കേൾക്കുന്നതും അറിയുന്നതും നമ്മളാണ്. ആരാണോ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ കിടന്ന് എല്ലാ വിധത്തിലുള്ള ചലനങ്ങളും വരുത്തി അഖില ശക്തികളോടുകൂടി സന്നിധാനം ചെയ്ത് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും പ്രാണനെയും ബുദ്ധിയെയും എല്ലാം പ്രവർത്തിപ്പിക്കുന്നത്, ആ മഹാപുരുഷനായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം എന്ന്. അപ്പോൾ ഭഗവാനെ നിങ്ങൾ എങ്ങനെ കാണണം? പുരുഷോത്തമനായി കാണണം, തൻ്റെ ശരീരത്തിൽ അധിവസിക്കുന്നവനായി കാണണം, ഓരോരോ ശ്വാസത്തെയും തൊടുത്ത് വിടുവിക്കുന്നവനായി കാണണം. അതാണ് നമ്മുടെ നില. അവിടുന്ന് ശൃംഗിക്ക് അച്ഛൻ നല്ലത് പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നു. ധ്രുവന് സർവത്ര ധിക്കാരമാണെങ്കിലും സുനീതി നല്ലത് പറഞ്ഞു കൊടുക്കാനും തലോടാനും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് വരുന്നപ്പോൾ ഉത്താനപാദൻ്റെ മനസ്സ് മാറി, സുരീജിയുടെ മനസ്സ് മാറി. എല്ലാവരും സ്വീകരിച്ച് ഉത്തമനടക്കം വന്ന് ആർഭാടത്തോടു കൂടി സ്വീകരിച്ചു കൊണ്ടുപോയി. ഇതാണ് ഉണ്ടായത്. ഇനി 3ാമതൊരു ബാല്യമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതാരാ? പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദനെ രക്ഷിക്കാൻ ഒരാളുമില്ല. എല്ലാം കൂടി ഉള്ളതൊരു ഹിരണ്യകശിപു അച്ഛനാണ്. അച്ഛന് മഹാവിഷ്ണു ശത്രുവാണ്. ആ ശത്രുവിനോട് ഭക്തിയാണ് മകന്. അപ്പം മകനും മഹാവിഷ്ണുവിനെ പോലെ തന്നെ ശത്രുവായി തീർന്നു. ചെറുപ്പം മുതൽക്ക് തന്നെ ശിക്ഷയെ അനുഭവിച്ചിട്ടുള്ളൂ. ചണ്ടാമർക്കന്മാരുടെ കയ്യിൽ കൊണ്ടാക്കി. എന്നിട്ട് ആ കുട്ടിയെ വേണ്ടതുപോലെ പഠിപ്പിക്കണം. ഇവൻ്റെ മനസ്സ് എപ്പോൾ നോക്കിയാലും ഹരിയിൽ ആകൃഷ്ടമാണ്. അപ്പം ഈ കുട്ടിയെ പറഞ്ഞയച്ച് പഠിപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ചണ്ടാമർക്കന്മാർ പല വിദ്യയും പരിശ്രമിച്ചു നോക്കി, പഠിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്തു. ആ കുട്ടിക്ക് മനസ്സിലായി ശരിയായിട്ടുള്ള പഠിപ്പ് ആചാര്യന്മാർ പഠിപ്പിക്കുന്നില്ല, ശരിയായിട്ടുള്ള പഠിപ്പ് പഠിപ്പിക്കുന്നില്ല, തെറ്റായിട്ടുള്ളതാണ് പഠിപ്പിക്കുന്നത് എന്ന് നല്ല പോലെ മനസ്സിലായി. അപ്പം അവർ മൂത്രശങ്ക തീർക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ സഹപാഠികളെ വിളിക്കും, ഏയ് ഇവിടെ വരൂ. എല്ലാവരും ഓടി വന്നു. മുഖ്യമായിട്ടുള്ള കാര്യങ്ങൾ ആചാര്യന്മാർ പഠിപ്പിക്കണില്ല, അതുകൊണ്ട് നഷ്ടം നമുക്കാണ്, അവർക്കല്ല. നിങ്ങൾ എൻ്റെ മുൻപിൽ വന്നിരിക്കും, ഞാൻ എല്ലാം പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് പുറപ്പെട്ടു. അവർ ചെവി കൂർപ്പിച്ച് അവിടെ ഇരുന്നു. ഇങ്ങനെയുള്ള ലീഡേഴ്സാണ് നമുക്ക് വിദ്യാലയങ്ങളിൽ വേണ്ടത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആചാര്യന്മാരെ കുറ്റം പറഞ്ഞില്ല, അവർ പഠിപ്പിക്കാത്ത സംഗതി കുട്ടികൾക്ക് പഠിപ്പിക്കാൻ തുടങ്ങി. എന്താ പറഞ്ഞത്? കൗമാര ആചരേത് പ്രാജ്ഞ ധർമാൻ ഭാഗവതാനിഹ. കൗമാര ആചരേത് പ്രാജ്ഞ ധർമാൻ ഭാഗവതാനിഹ. ചെറുപ്പകാലം മുതൽക്ക് തന്നെ ഭാഗവത ധർമ്മങ്ങൾ അഭ്യസിക്കണം, പരിശീലിക്കണം, പിന്തുടരണം, അനുധാവനം ചെയ്യണം, അതിൽ സന്തോഷിക്കണം. അതൊരു ട്രെയിനിങ് ആയിത്തീരണം ചെറുപ്പം മുതൽക്ക് തന്നെ. നമ്മുടെ ചരിത്രം എന്താ? വീട്ടുചരിത്രം. അതെ, ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. അത് കേൾക്കാൻ്റെ ആവാൻ ഒരു 12-13 വയസ്സാവണമല്ലോ. അതിന് മുൻപ് വരെ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കൂല്ലോ. ഇവിടെ വാ എന്ന് പറഞ്ഞാൽ വരും, ഇരിക്കും ചെയ്യും. ആ ചെറുപ്പകാലം മുതൽക്ക് തന്നെ കുട്ടികളെ ഇത് നല്ല പോലെ പഠിപ്പിക്കണം, പഠിപ്പിക്കണം, പഠിപ്പിക്കണം. അപ്പം കുട്ടികളെ വിളിച്ച് ഓരോന്ന് പറയുകയാണ്. ആ പറയുന്നതിൽ വളരെ വിശേഷമായിട്ടുള്ള ഉപദേശം. അതിൻ്റെ ഇടയിലാണ് ഒരു ദിവസം അച്ഛൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയത് മടിയിലിരുത്തി ചോദിക്കുകയാണ്. ആര്? ഹിരണ്യകശിപു. എൻ്റെ പൊന്നു മോനെ, നീ പാഠശാലയിൽ പഠിച്ചതിലുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗം എന്താ, ഒന്ന് പറഞ്ഞു തരാമോ എന്ന്. അപ്പോളാ പ്രഹ്ലാദൻ പറയുന്നത്. എന്താ പറയണത്? തത്സാധു മന്യേ അസുരവര്യദേഹിനാം
സദാ സമുദ്വിഗ്നധിയാം അസദ്ഗ്രഹാത് ഹിത്വാത്മപാദം ഗൃഹമന്ധകൂപം വനം ഗതോ യദ്ധരിമാശ്രയേത. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടോളൂ, കേട്ടോളൂ. നമ്മൾ പല വിധത്തിലും അലങ്കരിച്ച് രമണീയമായി വച്ചിട്ടുള്ള ഈ വീടുണ്ടല്ലോ, ഭാഗവതത്തിൻ്റെ ഭാഷയിൽ എന്താണത്? ആത്മപാദം ഗൃഹമന്ധകൂപം. മനുഷ്യൻ്റെ ജീവനെ, ആത്മാവിനെ പതിപ്പിക്കുന്നതായ പൊട്ടക്കിണറാണ് വീട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലാവോ? എന്താ മിണ്ടാത്തെ? പൊട്ടക്കിണറ്. തത്സാധുമന്യേ അസുരവര്യദേഹിനാം സദാ സമുദ്വിഗ്നധിയാം അസദ്ഗ്രഹാത്. ഒരു വീട് നല്ലപോലെ കെട്ടി ഭംഗിയായി പെയിൻറ്റും കഴിച്ചു, അങ്ങനെ പ്രവേശം കഴിച്ചു, അതിൽ താമസിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാവണത് എന്താ? സംഘർഷങ്ങളാണ്. നാം മോഹിച്ച് വളർത്തിയ കുട്ടികൾ തന്നെ നമ്മൾ പറഞ്ഞത് കേൾക്കില്ല. സ്നേഹകല്യാണം കഴിച്ചാലും കൂട്ടുജീവിതം നയിക്കുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും. ഞങ്ങളുടെ ആശ്രമത്തിൽ ഒരാൾ വന്നു, കല്യാണം കഴിച്ചിരിക്കുക. അവർ 2 വിധത്തിൽപ്പെട്ടവരാണ്. ഒക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു, അതെ നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ലേ? അതെ സ്വാമിജി, അന്നൊക്കെ സ്നേഹമായിരുന്നു. ഇപ്പൊ കാര്യം നേരെ മറിച്ച്. ആരോടാ പറയുക? ഒരാളോടും പറയാൻ പറ്റില്ല. അപ്പൊ വീട്ടിലിരിക്കുമ്പോൾ സന്തോഷമായിട്ടിരിക്കാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. സദാ സമുദ്വിഗ്നധിയാം അസദ്ഗ്രഹാത്. നമ്മൾ പിടിച്ചിട്ടുള്ളത് അസദ് വസ്തുക്കളെയാണ്. ആ അസദ് വസ്തുക്കളെ ഗ്രസിച്ചത് കൊണ്ടും പിടിച്ചത് കൊണ്ടും നമുക്ക് അല്ലലും അലട്ടും മനസ്സിന്ന് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ പൊന്നച്ഛ എന്തു വേണം? ഹിത്വ ആത്മപാദം ഗൃഹമന്ധകൂപം. മനുഷ്യന്റെ ആത്മാവിനെ പതിപ്പിക്കുന്നതായ പൊട്ടക്കിണറായ വീടിനെ വിട്ട് വനം ഗതോ യദ്ധരിമാശ്രയേത. വനത്തിൽ ചെന്ന് ശ്രീഹരിയെ ഭജിക്കണം, ആശ്രയിക്കണം, ധ്രുവൻ ചെയ്തതുപോലെ. ഇതങ്ങോട്ട് കേട്ടപ്പോൾ ചുവന്നിരുന്ന കണ്ണുണ്ടല്ലോ, അത് തീ പോലെ അങ്ങോട്ട് ജ്വലിച്ചു. എൻ്റെ ശത്രുവായിരിക്കുന്ന ശ്രീഹരിയെ, ശ്രീയല്ല, എൻ്റെ ശത്രുവായിരിക്കുന്ന ഹരിയെ ഇവൻ എങ്ങനെയായി ഇങ്ങനെ സ്തുതിക്കണത് എന്നായി. അങ്ങനെ പിന്നെയും വന്ന് പരിശോധിച്ചു, പലതുമൊക്കെ നടന്നു. അത് ഞാനിപ്പോൾ വർണ്ണിക്കാൻ നിൽക്കണില്ല, അവിടെ നിൽക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഈ കുട്ടികളെ വിളിച്ച് പറയുകയാണ്. ഈ കുട്ടികളെ വിളിച്ച് പറയുന്നതിൻ്റെ ഒരു മുഖവുര പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകാം. എന്താണത്? ഈ നവയോഗി സംഭാഷണം എന്ന് പറഞ്ഞല്ലോ, ഈശ്വരാനുഭവം ചൊരിയുന്ന യോഗിവാണികൾ എന്ന് പറഞ്ഞ് 9ാമത്തെ പുസ്തകത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. ആ 9ാമത്തെ പുസ്തകം, അതിലാണ് ഈ ഭാഗം വർണ്ണിച്ചിരിക്കുന്നത്. അതിൽ 9 യോഗികളാണ് നിമിചക്രവർത്തി ഒരു യാഗം നടത്തിക്കൊണ്ടിരുന്നു. ആ യാഗാവസരത്തിൽ പെട്ടെന്ന് 9 യോഗികൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ രാജബുദ്ധിയല്ലേ, ചക്രവർത്തിയ ബുദ്ധിയല്ലേ മനസ്സിലായി. അവരെ വേഗം യാഗം അവിടെ നിർത്തി. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഏറ്റവും പുണ്യകർമ്മമാണ്, അങ്ങേ അറ്റത്തെ പുണ്യകർമ്മമാണ് യാഗം. ആ യാഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് 9 യോഗികൾ അവിടെ വന്നപ്പോൾ, ആ വന്നത് കണ്ടപ്പോൾ ഉടനെ അവിടെ യാഗം തന്നെ നിർത്തി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിർത്തി അവരെ സ്വാഗതം ചെയ്ത് അവരുടെ കാല് കഴുകി അവരെ കസേരയിൽ ഇരുത്തിയതിന് ശേഷം ദാഹത്തിനുള്ളതൊക്കെ കൊടുത്ത് ചമ്രം പടിഞ്ഞ് അവിടെ ഇരുന്നു. എല്ലാ ആചാര്യന്മാരും വന്ന് ചക്രവർത്തിയുടെ പിന്നിൽ അങ്ങോട്ട് ഇരിപ്പുറപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, എനിക്ക് ഭാഗവത ധർമ്മങ്ങൾ പറഞ്ഞു തരണം. എന്താണ് ഈ ഭാഗവത ധർമ്മങ്ങൾ? ഞാൻ ഭഗവാന്റെയാണ്, ലോകം മുഴുവനും ഈശ്വരൻ്റെയാണ് എന്ന് പറഞ്ഞ് ഭഗവതീയരായിട്ടുള്ളവരാണ് ഭാഗവതന്മാർ. ആ ഭാഗവതന്മാർ ധർമ്മം പറഞ്ഞു തരൂ. ആ ധർമ്മങ്ങൾ എങ്ങനത്തതാ? ശ്രീഹരി തൃപ്തിപ്പെട്ട് സന്തോഷിച്ച് തൻ്റെ ആത്മാവിനെ തന്നെ പ്രദാനം ചെയ്യും. അത്ര വിശേഷപ്പെട്ടതാണ് ഭാഗവത ധർമ്മങ്ങൾ. അതെനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോഴാണ് അവർ സംസാരിക്കാൻ തുടങ്ങിയത്. അതിൽ സംസാരിക്കാൻ തുടങ്ങി. 2ാമത്തെ 3ാമത്തെ യോഗി ആ ഭക്തിയെപ്പറ്റി പറയുക. ഭക്തിയുടെ ആദ്യത്തെ പടിയാണ് വിഗ്രഹത്തിനെ പൂജിക്കുന്നത്. അർച്ചായാം ഏവ ഹരയേ പൂജാം യശ്രദ്ധയേഹതേ നതദ് ഭക്തേഷു ചാന്യേഷു സ ഭക്തഃ പ്രാകൃതസ്മൃതഃ. ഒരു വിഗ്രഹത്തിനെ വെച്ച് ഇതിൽ മാത്രമാണ് ഹരിയുടെ സാന്നിധ്യം, വേറെ ഒരു സ്ഥലത്തുമില്ല. എൻ്റെ പുഷ്പങ്ങൾ ആ പാദകമലങ്ങളിൽ തന്നെ അർപ്പിക്കണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ വീണാൽ അതെടുത്ത് അവിടെ തന്നെ വയ്ക്കും. ഇങ്ങനെ അർച്ചയിൽ മാത്രം ഹരിയെ കണ്ട് പൂജിച്ച് നതദ് ഭക്തേഷു ചാന്യേഷു, ഹരിഭക്തന്മാരെ കണ്ട അവരെ വിളിക്കുക, വീട്ടിലേക്കൊന്ന് കൂട്ടിക്കൊണ്ടുവരിക, നിമിചക്രവർത്തി ചെയ്ത മാതിരി ചെയ്യുക.
എന്നിട്ട് ഭഗവാന്റെ കാര്യങ്ങൾ ചിലത് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുക. അതൊന്നുമില്ല. ഞാനും ഉണ്ട്, എൻ്റെ പൂജയുണ്ട്, എൻ്റെ കൃഷ്ണൻ, എൻ്റെ ഗോപാലൻ, ഇവരാരാ പറയാൻ, ഞാനായി എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ടല്ലോ. നതത് ഭക്തേഷു ചാന്യേഷു, അവരിലും ഈശ്വരൻ അധിവസിക്കുന്നുണ്ട്. അത് ഇവർ മനസ്സിലാക്കുന്നില്ല. അവർ ഭക്തന്മാർ തന്നെയാ. പക്ഷേ പ്രാകൃത ഭക്തന്മാർ, അൺകൾച്ചേർഡ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഉത്തമ ഭക്തനാരാ? ഉത്തമ ഭക്തനാരാ? വിസൃജതി ഹൃദയം ന യസ്യ സാക്ഷാത് ഹരിരവശാഭിഹിതോപ്യഘൗഘനാശഃ പ്രണയരശനയാ ധൃതാംഘ്രിപദ്മഃ സഭവതി ഭാഗവത പ്രധാന ഉക്തഃ. ആ പ്രാകൃത ഭക്തി പുഷ്പങ്ങളിലും കൈകൊണ്ടും വിഗ്രഹത്തിലും ബാഹ്യമായി നിൽക്കുന്നു, മനസ്സിൽ പ്രവേശിക്കുന്നില്ല. പരിവർത്തനമോ പരിഷ്കാരമോ പവിത്രതയോ വരുത്തുന്നില്ല. രണ്ടാമത്തതോ ഈശ്വരനോട് സ്നേഹം, ഈശ്വര ഭക്തന്മാരോട് മൈത്രി, ബാലിശന്മാരോട് കൃപ, ശത്രുക്കളോട് ഉപേക്ഷ. ഇങ്ങനെ 4 ഭാവം തുടർച്ചയായി മനസ്സിൽ നിലനിർത്തുന്നതാണ് മധ്യമഭക്തി. ഉത്തമഭക്തി എന്ന് വരുമ്പോഴോ വിസൃജതി ഹൃദയം നയസ്യ സാക്ഷാത് ഹരിരവശാഭിഹിതോപ്യഘൗഘ നാശഃ. ഭഗവാനെക്കുറിച്ച് ആലോചിക്കൂ. അദ്ദേഹം സർവവ്യാപിയല്ലേ? എന്താ മിണ്ടാത്തെ? അദ്ദേഹം എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്ന സാന്നിധ്യമാണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടോ? ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഭഗവാനെക്കുറിച്ച് ആലോചിച്ച് എന്തു വേണം? അദ്ദേഹത്തിനോട് സ്നേഹം മാത്രമേ നമുക്ക് തോന്നുള്ളൂ. ഭഗവാനെ നിങ്ങൾ സ്നേഹിച്ചോളൂ, വേറെ ഒന്നും വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ ഭഗവാനെ എപ്പോഴും എൻ്റെ കൂടെ, ഞാൻ അങ്ങയുടെ കൂടെയും അങ്ങ് എൻ്റെ കൂടെയും വേണം, വേറെ ഒന്നും എനിക്ക് ആവശ്യമില്ല. അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് സർവസ്വമായി, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് സ്നേഹം. അതാണല്ലോ സ്നേഹം എന്ന് പറഞ്ഞാൽ മനസ്സിനെ സ്നിഗ്ധമാക്കുന്നത്. ആരോട് സ്നേഹമുണ്ടോ ആ ആളോട് കൂടി ചേർന്ന് യോജിച്ച് ഒന്നായി തീരണം എന്നുള്ളൊരു തോന്നൽ, അതാണ് സ്നേഹത്തിൻ്റെ വിശേഷം. വിസൃജതി ഹൃദയം നയസ്യ സാക്ഷാത്, ആരുടെ ഹൃദയത്തെയാണോ സാക്ഷാത്തായിരിക്കുന്ന ഹരി വിടാതെയിരിക്കുന്നത്, വിട്ടുപോകാതെയിരിക്കുന്നത്. എന്താ കാരണം? അഘൗഘനാശഃ, ശ്രീഹരി എല്ലാവിധത്തിലുള്ള പാപത്തെയും കഴുകിക്കളയുന്നവനാണ്. ആ ഹരി നമ്മുടെ മനസ്സിൽ നിന്ന് പോകാതെ ഇരിക്കണം. എങ്ങനെ? എപ്പോ? പ്രണയരശനയാ ധൃതാംഘ്രിപദ്മഃ, പ്രണയരശനയാ ധൃതാംഘ്രിപദ്മഃ. ഞാൻ പറഞ്ഞു തന്നാ നിങ്ങൾ പറയോ? പ്രണയരശനയാ. അയ്യോ, ഒന്ന് ഉറക്കെ പറയുന്നപ്പ. പ്രണയരശനയാ, പ്രണയരശനയാ, പ്രണയരശനയാ ധൃതാംഘ്രിപദ്മഃ, ധൃതാംഘ്രിപദ്മഃ. പ്രണയം എന്ന് പറഞ്ഞാൽ സ്നേഹം. അത് മനസ്സിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങാടിയിൽ നിന്ന് മേടിക്കാൻ കിട്ടില്ല. പുഷ്പങ്ങൾ മേടിക്കാൻ കിട്ടും, അത് കൈ കൊണ്ടെടുത്ത് പാതകളിൽ വയ്ക്കാൻ, പിറ്റേ ദിവസം എടുത്ത് കളയുകയും ചെയ്യാം. പ്രണയം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടായിട്ട് വേണം. അതിനെ ഒരു കയറ് പോലെ ആക്കി ധൃതാംഘ്രിപദ്മഃ, ഈശ്വരൻ്റെ കാലിണകളെ വരിഞ്ഞു മുറുക്കി കെട്ടണം എന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഈശ്വരൻ്റെ കാലുകളെ ആരാണോ പ്രണയ കയറ് കൊണ്ട് വരിഞ്ഞു കെട്ടുന്നത്, യശോദയെ പോലെ അരയിൽ കെട്ടരുത്, അപ്പം നടക്കാൻ എളുപ്പ, ഒരലും കൊണ്ടുപോയി. കൃഷ്ണൻ്റെ കാലാ കെട്ടിയിരുന്ന യശോദ എന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴിക്ക് പോകുമായിരുന്നില്ല, പാവം തോന്നിയില്ല. നിങ്ങൾ ആ മിസ്റ്റേക്ക് ചെയ്യരുത്. ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ ആരാണോ പ്രണയക്കയറ് കൊണ്ട് വരിഞ്ഞു കെട്ടുന്നത്, തന്മൂലം അദ്ദേഹം അരനിമിഷം പോലും ആ ഹൃദയത്തെ വിട്ടുപിരിയാതെ ഇരുത്തുന്നത് ആ ഭക്തനാണ് ഭാഗവത പ്രധാന ഉക്ത. ഭാഗവതന്മാരിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടവൻ. കേട്ടുവോ നിങ്ങൾ? ഭാഗവതത്തിൻ്റെ ഭാഷയാണ്. ഇതാണല്ലോ ഭക്തിയുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നമ്മൾ എങ്ങനെ നേടും എന്ന് ചോദിച്ചാൽ പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കുകയാണ്. പലതും പറയുന്നതിൻ്റെ ഇടയിൽ പറയുന്ന ഒരു ഭാഗമാണ്. നിശമ്യ കർമാണി ഗുണാനതുല്യാൻ വീര്യാണി ലീലാതനുഭികൃതാനി യദാതിഹർഷോത്പുളകാശ്രുഗദ്ഗദം പ്രോത്കണ്ഠ ഉദ്ഗായതി രൗതി നൃത്യതി.
യഥാഗ്രഹഗ്രസ്തൈവ ക്വചിത് ഹസത്യാക്രന്ദതേ ധ്യായതി വന്ദതേ ജനം മുഹുശ്വസൻ വക്തി ഹരേ ജഗത്പദേ നാരായണേത്യാത്മമതിർഗതത്രപഃ. ഈ സദസ്സ് മുഴുവനും ഭക്തിമയമാണ്. നിങ്ങളുടെ മുൻപിലോ നിങ്ങളുടെ ഉള്ളിലോ ഭഗവാൻ ഒഴിച്ച് ഒന്നും ഉണ്ടാവരുത്. വൈകുണ്ഠം രചിക്കുന്നത് നമ്മുടെ മനസ്സാണ്, നരകം രചിക്കുന്നതും നമ്മുടെ മനസ്സാണ്. ഭക്തിയിലൂടെ, ഭഗവത് ഭാവനയിലൂടെ, ഭഗവത് സ്മരണയിലൂടെ, ഈ മാതിരിയുള്ള തത്വകഥനം ശ്രവിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സ് ഭക്തിമയം, ഭഗവന്മയമായി തീരണം. നിശമ്യ കർമാണി ഗുണാനതുല്യാൻ വീര്യാണി ലീലാതനുഭികൃതാനി. എന്തിനാ ഈ ഭാഗവതത്തിൽ പല വിധത്തിലുള്ള ഈശ്വര കഥകൾ വായിക്കുന്നത്, പറയുന്നത്? നമ്മുടെ മനസ്സിനും നമ്മുടെ ചെവിക്കും വേണ്ടിയിട്ടാണ്. നമ്മുടെ കുടുംബത്തിലെ ആരെങ്കിലും ഒരാളുടെ ചരിത്രം ഈ ഭാഗവതം പോലെ എഴുതി ഉണ്ടാക്കാൻ നിങ്ങൾക്കുണ്ടോ? നിങ്ങളൊക്കെ അച്ഛനമ്മമാരാ, നിങ്ങൾക്കും ഉണ്ടായിരുന്നു അച്ഛനമ്മമാർ. അവരൊക്കെ ഏതെങ്കിലും ഒരു ചരിത്രം എഴുതി വായിച്ച്, അതെ എൻ്റെ മോൻ്റെ ചരിത്രം എഴുതിയിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കൂടി വരൂ പിറന്നാളിന് ഞാൻ വായിക്കാൻ കേൾക്കൂ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്ന് കേൾക്കുമോ? എന്താ ഒരു മിണ്ടാതെ? കേൾക്കുമോ? അങ്ങനെ എഴുതാൻ വല്ലതും ഉണ്ടോ നമ്മുടെ കയ്യിൽ? ഒക്കെ നമ്മുടെ അച്ഛനും മുത്തശ്ശനും ഒക്കെ ഉണ്ടായിരുന്നു, അവരുടെ ഒരു പൊടി പോലും. നിങ്ങളുടെ മുത്തശ്ശൻ്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയുക? അറിയില്ല സ്വാമിജി, അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നില്ലേ? ഉവ്. അതിന് വല്ലതൊന്നുമുണ്ടോ? ഒന്നുമില്ല, ഒരു സാധനവും ഇല്ല. വീടാണെങ്കിൽ പുതിയതായിട്ട് പണിയും, ഒരു സാധനവും ഇല്ല. അപ്പം നമുക്കിവിടെ ആദരിക്കാനും പറ്റിയത് വല്ലതും ഉണ്ടോ? ഇല്ല. എന്നാലും ഉണ്ടാവണം, അപ്പോഴേ മനസ്സ് നന്നാവുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ ഭഗവാന്റെ അവതാരങ്ങളും ലീലകളും, പല വിധത്തിലുള്ള പരാക്രമങ്ങൾ, സാഹസങ്ങൾ, സുന്ദരമായ ശൈലികൾ ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കുക, നിശമ്യ കേട്ടിട്ട്, കർമാണി പല വിധത്തിലുള്ള പ്രവൃത്തികൾ, ഗുണാനതുല്യാൻ നിസ്തുലമായിരിക്കുന്ന ഗുണമഹിമകൾ, ഗുണമൂല്യങ്ങൾ, വീര്യാണി ലീലാതനുഭികൃതാനി ഒരു വിനോദം പോലെ, ഒരു വിഹാരം പോലെ സ്വീകരിച്ചിട്ടുള്ള പല വിധത്തിലുള്ള ശരീരങ്ങളിലൂടെ മത്സ്യമായി രൂപീകരിച്ചു, മത്സ്യമായി അവതാരമെടുത്തു, വേദങ്ങളെ ഉദ്ധരിച്ചു കൊടുത്തു, കൂർമ്മമായി പർവ്വതം തടഞ്ഞു നിർത്തി, വരാഹമായി ഹിരണ്യാക്ഷനെ കൊന്നു, ഇനിയോ നരസിംഹരൂപത്തിൽ ഹിരണ്യകശിപോട് യുദ്ധം ചെയ്യാൻ പോണു. അങ്ങനെ വാമനനായിട്ട് വന്ന് അതിഥിയുടെ മനോവേദന മാറ്റി. അങ്ങനെ ശ്രീരാമൻ പലതരത്തിലുള്ള പല കഥകളുമുണ്ട്. അതിൽ വീര്യമുണ്ട്, പരാക്രമമുണ്ട്, സൗമ്യതയുണ്ട്, സൗശീല്യമുണ്ട്, സൗന്ദര്യമുണ്ട്, കൗശലമുണ്ട്. മോഹിനിയുടെ വേഷം എങ്ങനെയാ പ്രത്യക്ഷപ്പെട്ടത്? അസുരന്മാരും ദേവന്മാരും കൂടി ശണ്ട കൂടി അവസാനം അമൃത് അസുരന്മാരുടെ കയ്യിലായി. അതെങ്ങനെയും കഴിച്ചു പോയാൽ നമ്മളൊക്കെ ഇപ്പോൾ അസുരന്മാരുടെ കീഴിലായിരിക്കും. ആണോ? ഒത്തിരി സംശയം ഉണ്ടപ്പോൾ. അപ്പം അതെങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം. അതിനിപ്പോൾ എന്താ വഴി? മോഹിനിയായിട്ട് അങ്ങോട്ട് വന്നു. ആ മോഹിനി അങ്ങോട്ട് കണ്ടപ്പോൾ മോഹിപ്പിക്കുന്നവളാണല്ലോ സർവ്വ ആൾക്കാരും. നിങ്ങൾ തന്നെ മതി, ഞങ്ങളുടെ പ്രസിഡന്റ്, എലക്ഷൻ തന്നെ വേണ്ട, നിങ്ങൾ തന്നെ വിളമ്പി തന്നാൽ മതി. അമ്മേ മഹാലക്ഷ്മി എന്നാ പറഞ്ഞ അസുരന്മാരടക്കം ഒരു തുള്ളി കൊടുക്കാതെ ഒക്കെ കൊണ്ടുപോയി. ഇതാണല്ലോ കുശലം. കൗശലം വേണ്ടയിടത്ത് കൗശലം. അങ്ങനെ എല്ലാം ഉണ്ടവിടെ. വീര്യാണി ലീലാതനുഭികൃതാനി. ഈ കഥകളൊക്കെ കേട്ട് യഥാതിഹർഷോത്പുളകാശ്രുഗദ്ഗദം. ആദ്യം ഈ കഥ കേൾക്കാൻ തോന്നില്ല, കേട്ടാ പരിഹസിക്കും, സംശയിക്കും. കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സൊക്കെ മാറും, അവിടെ പോവുക കേൾക്കുക എന്ന് തോന്നും. ആ പോയി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴാണോ അതിഹർഷ, എന്ത് അസാധാരണമായിരിക്കുന്ന ഹർഷം, രോമാഞ്ചം, യഥാതിഹർഷോത്പുളകാശ്രുഗദ്ഗദം. ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അവിടെ ഭഗവത് കഥകളായിരിക്കാം. അതിൽ മനസ്സിൽ താതാത്മ്യം തോന്നി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിന് ഒരു തൊണ്ടയിടലുണ്ടാവും, ശബ്ദമൊക്കെ അവിടെ തടഞ്ഞു പോവും, കണ്ണിന്നിങ്ങനെ വെള്ളം ധാരധാരയായിട്ട് ഒലിക്കും. യഥാതിഹർഷോത്പുളകാശ്രുഗദ്ഗദം പ്രോത്കണ്ഠ തൊണ്ടയങ്ങട് തുറന്ന് ഉദ്ഗായതി ഉറക്ക പാടാൻ തുടങ്ങും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഭക്തിയുണ്ടോ മനസ്സിൽ? ഉവ്വോ. പ്രോത്കണ്ഠ ഉദ്ഗായതി രൗതി നൃത്യതി. ചിലപ്പോൾ നിലവിളിക്കാൻ തുടങ്ങും സങ്കോചമില്ലാതെ. നൃത്യതി, ആ ഭഗവാന്റെ ഭാഗങ്ങളും അഭിനയങ്ങളും നമുക്കും വേണം എന്ന് തോന്നും.
പ്രോത്കണ്ഠ ഉദ്ഗായതി രൗതി നൃത്യതി യദാ ഗ്രഹഗ്രസ്ത ഇവ ക്വചിത് ഹസത്യാക്രന്ദതേ ധ്യായതി വന്ദതേ ജനം. ഇതൊക്കെ ഭക്തിയുടെ ലക്ഷണങ്ങളാണ്. നമ്മുടെ മനസ്സിൽ ഭഗവാനോട് ഭക്തി തോന്നി ആ ഭക്തി ഉള്ളിൽ പ്രവേശിച്ചാൽ തന്നെത്താനെ ഈ വക സ്നിഗ്ധത മനസ്സങ്ങോട്ട് ഉരുകി, വെണ്ണ ഉരുകട മാതിരി ഉരുകി, നമ്മുടെ സാധാരണയുള്ള തോന്നലുകളും പേടിയും ഭയവും ഒക്കെ പോയി മനസ്സിൽ ജനിക്കുന്നതാണ് ഈ സ്വഭാവം. യഥാ എപ്പോഴാണോ ഗ്രഹഗ്രസ്ത ഇവ ക്വചിത്, ഏതെങ്കിലും ഒരു ഗ്രഹം, ഒരു പിശാച് പിടിച്ചതുപോലെ കണ്ണൊക്കെ ഇങ്ങനെയായി, ഗ്രഹഗ്രസ്ത ഇവ ക്വചിത് ഹസതി, ഉറക്കെ അങ്ങോട്ട് ചിരിച്ചു തുടങ്ങും. ഹസതി ആക്രന്ദതേ, നിലവിളിക്കുക, അതും ആവാം. ധ്യായതി വന്ദതേ ജനം, കണ്ണടച്ച് എണീറ്റ് നോക്കുമ്പോൾ ഭഗവാനാണ് വരണതെന്ന് തോന്നും. ആര് വന്നാലും ഉടനെ ഈശ്വരനാണ് വരണതെന്ന് തോന്നി വന്ദതേ ജനം, അവരുടെ കാക്കൽ വീണ് നമസ്കരിക്കുക. കേട്ടിട്ടുണ്ടോ അതൊക്കെ? ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാൻ വിരോധമില്ല. ആക്രന്ദതേ ധ്യായതി വന്ദതേ ജനം മുഹുശ്വസൻ, ദീർഘശ്വാസമായി നല്ലോണം ശ്വാസം വലിച്ചുകൊണ്ട് മുഹുശ്വസൻ വക്തി പറയുന്നു. ഹരേ ജഗത്പദേ നാരായണ, ഹരേ ജഗത്പദേ നാരായണ, ഹരേ ജഗത്പദേ നാരായണ, ഹരേ ജഗത്പദേ നാരായണ. മുഹുശ്വസൻ വക്തി ഹരേ ജഗത്പദേ നാരായണേത്യാത്മമതിർ ഗതത്രവഃ. ഒരു വിധത്തിലുള്ള പേടിയോ ലജ്ജയോ മനുഷ്യരെന്ത് പറയുമോ എന്നൊന്നും തോന്നാതെ ആത്മമതിഹി, കേട്ടോളൂ ഭാഗവതത്തിൻ്റെ പ്രയോഗം. അപ്പോഴാണ് നമ്മുടെ മനസ്സ് ബാഹ്യലോകങ്ങൾ, ഈ ഇന്ദ്രിയങ്ങൾ കാണുന്നതും പതിപ്പുണ്ടാക്കി തരുന്നതുമായ ലോകവസ്തുക്കളെ വിട്ട് ദേഹബോധത്തിൽ നിന്നും ഉള്ളിലേക്ക് വലിഞ്ഞ് ആ ആത്മതലത്തിൽ ചെന്ന് പെട്ട് അതിൻ്റെ ഒരു സ്പർശവും ഒരു രുചിയും ഒരു നുണച്ചലും അവിടെ ഉണ്ടാവുന്നത്. ആത്മമതിർ ഗതത്രപഃ, അങ്ങനെ വന്നാലോ തദാ പുമാൻ മുക്ത സമസ്ത ബന്ധനഃ തദ്ഭാവഭാവാനുകൃതാശയാകൃതി നിർദഗ്ധ ബീജാനുശയോ മഹീയസാ ഭക്തിപ്രയോഗേണ സമേത്യധോക്ഷജം. ഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളിത്? തദാ പുമാൻ, ഇങ്ങനെ ആത്മമതിയായി ഗതത്രപനായി ലജ്ജയൊക്കെ പോയി ഹരേ മുകുന്ദ കൃഷ്ണ, ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ മുരാരേ, ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ മുരാരേ, ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ മുരാരേ. ഇങ്ങനെ അങ്ങോട്ട് ഉറക്കെ അങ്ങോട്ട് പാടുമ്പോൾ, ഈ ഉറക്കെ പാടണമെങ്കിൽ മനസ്സതിൽ ഉൾപ്പെടണം. അപ്പം ആ മനസ്സിൽ തദാപുമാൻ, ഈ ഭക്തി അഭ്യാസം കൊണ്ട് മുക്ത സമസ്ത ബന്ധന, എല്ലാ വിധത്തിലുള്ള ബന്ധനങ്ങളും മനസ്സിൽ നിന്ന് പോകുന്നു, മുക്തമാവുന്നു. തദ്ഭാവഭാവാനുകൃതാശയാകൃതി, ഈ ഹരേ രാമ കൃഷ്ണ മുകുന്ദ മുരാരേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈശ്വരൻ്റെ വാക്കുകളും ആശയങ്ങളും സൂചകങ്ങളുമാണല്ലോ ഇത് മുഴുവനും. അതൊക്കെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ് എന്താവുന്നു? നിർദഗ്ധ ബീജാനുശയോ, നമ്മുടെ മനസ്സിൽ എന്തെല്ലാം കർമ്മവാസനകളോ പ്രേരണകളോ ഉണ്ടോ അത് മുഴുവനും നിർദഗ്ധം, ദഹിച്ച് വിത്തുകൾ ചീനച്ചട്ടിയിലിട്ട് വറുത്താൽ എങ്ങനെയാണോ അതിന് മുളയ്ക്കാനുള്ള ശക്തി മുഴുവനും പോവുക, അങ്ങനെ ഇവിടെ തീരെ ഇല്ലാതെ ആവണു. മഹീയസാ ഭക്തി പ്രയോഗേണ, മഹീയസാ ഭക്തി പ്രയോഗേണ, നാം പറയുന്നത് എന്താ? ഭഗവൻ നാമങ്ങൾ. അതിൽ ആവേശം, അതിൽ അഭിനിവേശം, അതിൽ പ്രേരണ, അതിൽ ഉത്സാഹം. അത് നമ്മുടെ മനസ്സിനെ ഗ്രസിക്കണു, അതിലങ്ങോട്ട് മുങ്ങിപ്പോണു. അങ്ങനെ മുങ്ങിപ്പോയിട്ട് നിർദഗ്ധ ബീജാനുശയോ മഹീയസാ ഭക്തി പ്രയോഗേണ,
അതിപ്രബലമായിരിക്കുന്ന ഭക്തിയുടെ പ്രയോഗം കൊണ്ട് ആ വാക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഭക്തി അങ്ങോട്ട് പ്രയോഗിക്കുക. ആരിൽ? തന്നിൽ, തൻ്റെ മനസ്സിൽ, തൻ്റെ ഹൃദയത്തിൽ, തൻ്റെ ബുദ്ധിയിൽ, തൻ്റെ നാവിൽ. ആ ഭക്തി അങ്ങോട്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ സമേത്യധോക്ഷജം, സമേതി പ്രാപിക്കുന്നു. ആരെ? അധോക്ഷജനെ. എന്താ അധോക്ഷജ ശബ്ദത്തിന് അർത്ഥം? ഭാഗവതം ഉപയോഗിക്കുന്നതാണ്. അക്ഷം അവിടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും പ്രതിനിധി രൂപത്തിൽ സൂചിപ്പിക്കുന്നതാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരനല്ലാത്തതായ ഭഗവാനെ. പുറത്തുള്ള വസ്തുക്കൾ മുഴുവൻ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാം. ഇന്ദ്രിയങ്ങൾക്ക് അതീതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന്. ഇത് എത്ര തവണ ഞാൻ പറയണം? പുറമേയുള്ളത് മുഴുവനും നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാം. ഭഗവാനെ ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. എന്താ കാരണം? അദ്ദേഹം ഇന്ദ്രിയ ബാഹ്യനാണ്, ഇന്ദ്രിയ അതീതനാണ്. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് മേലെ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഉള്ളിൽ. അങ്ങനെ അധോക്ഷജനായിരിക്കുന്ന ഭഗവാനെ, ശ്രീഹരിയെ അവർ പ്രാപിക്കുന്നു. എന്താണത്? അധോക്ഷജാലംഭമിഹാശുഭാത്മനഃ ശരീരിണഃ സംസൃതി ചക്രശാദനം തദ്ബ്രഹ്മ നിർവാണസുഖം വിദുർബുധാഃ തതോ ഭജധ്വം ഹൃദയേ ഹൃദീശ്വരം. ഇതാര് പറയണതാ? പ്രഹ്ലാദൻ. ആരോട്? അസുരപുത്രന്മാരോട്. നിങ്ങളൊക്കെയോ? നിങ്ങൾ അസുരപുത്രന്മാരാ? എന്താ സംശയം? മനുഷ്യ സന്താനങ്ങളാണ് നിങ്ങൾ. അസുരപുത്രന്മാരോട് കൂടി പറയുന്നുണ്ട് പ്രഹ്ലാദൻ ഇത് സാധിക്കുന്നു. അപ്പം മനുഷ്യ സന്താനങ്ങളായിരിക്കുന്ന നമുക്ക് സംശയമുണ്ടോ ഇത് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ? അധോക്ഷജാലംഭമിഹാശുഭാത്മനഃ. അധോക്ഷജന്റെ ആലംഭം എന്ന് പറഞ്ഞാൽ ആലിംഗനം. അവിടെ സംഭവിക്കുന്നത് എന്താ? ശ്രീഹരി, കണ്ണിന് കാണാൻ പറ്റാതെ അദൃശ്യമായിരിക്കുന്ന ശ്രീഹരി നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും എല്ലാം പൂർണ്ണമായി ആലിംഗനം ചെയ്യുന്നു. അങ്ങനെ അധോക്ഷജന്റെ ആലംഭം ഇവിടെ. അശുഭാത്മനഃ ശരീരിണഃ. അശുഭാത്മാക്കൾ എത്ര പാപം ചെയ്താലും, പരീക്ഷിത്ത് കൊടും പാപം ചെയ്തിട്ടാണല്ലോ ശുഗമഹർഷിയുടെ പ്രവചനം കേട്ടിരുന്നത്. എന്നിട്ട് 7-ാം ദിവസം എന്തായി? തക്ഷകൻ വന്ന് കടിക്കുന്നതിന് മുൻപ് എല്ലാറ്റിനെയും വിട്ട് അന്തരാത്മതലത്തിൽ മുങ്ങിയിരുന്ന് തക്ഷകൻ വന്ന് കടിച്ചതും അറിഞ്ഞില്ല, തീയിൽ ശരീരം വെന്തതും അറിഞ്ഞില്ല. ബാക്കിയുള്ളവർ പറയാനേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അതാണ് ഇതിൻ്റെ മഹാത്മ്യം. അധോക്ഷജാലംഭമിഹാശുഭാത്മനഃ ശരീരിണഃ സംസൃതി ചക്രശാദനം. ദേഹമുള്ള എല്ലാവർക്കും തന്നെ ഈ സംസാരം എറിയുന്ന ചക്രമുണ്ടല്ലോ, ആ ചക്രത്തിനെ പൂർണ്ണമായി നശിപ്പിക്കുന്നതാണിത്. അധോക്ഷജന്റെ ആലംഭം, ആലിംഗനം. തദ്ബ്രഹ്മ. ഇതാണ് ബ്രഹ്മം എന്ന് വേദാന്തങ്ങളും ഉപനിഷത്തുകളും എല്ലാം പ്രതിപാദിക്കുന്നത്. നിങ്ങൾ ഈ പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്തോന്ന് വിചാരിക്കരുത്. ഈ ആലിംഗനമാണ്. ഉറങ്ങുന്ന സമയത്ത് നമ്മളെ ആലിംഗനം ചെയ്യുന്ന അനുഭവമാണ്. സെല്ല് മുഴുവനും കിടന്നുറങ്ങണു. അതേമാതിരി ഒരു അനുഭവമാണ് നമുക്കിവിടെ ഉണ്ടാവുക. തദ്ബ്രഹ്മ നിർവാണസുഖം. അതാണ് നിർവാണസുഖം. വിദുർബുധാഃ. അറിവുള്ളവർ അതിനെയാണ് നിർവാണം എന്ന് വേദാന്ത ഭാഷയിൽ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ സ്നേഹിതന്മാരെ നിങ്ങൾ എന്തു വേണം? സഹപാഠികളെ നിങ്ങൾ എന്തു വേണം? തതോ ഭജധ്വം. നിങ്ങളെല്ലാവരും ഭജിക്കണം. ആരെ ഭജിക്കണം? ഹൃദയത്തിൽ ഹൃദീശ്വരം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഹൃദയത്തിൽ ഹൃദീശ്വരം. ഹൃദയത്തിൻ്റെ ഈശ്വരനെ ഭജിക്കണം. ഇത് നിങ്ങളുടെ ജന്മാവകാശമാണ്. ഇതിന് ഒരാളുടെ തീട്ടൂരം വേണ്ട, ലൈസൻസ് വേണ്ട, ഒരിടത്തേക്ക് പോണ്ട. നിങ്ങളുടെ ഹൃദയ കമലവാസിയെ ഹൃദയം കൊണ്ട് ഭജിക്കൂ, കെട്ടിയിടൂ, പ്രണയക്കയറുണ്ടാക്കൂ, കാലു വരിഞ്ഞു കെട്ടൂ. ഭഗവാൻ പോകാതെ ഇരിക്കട്ടെ അവിടെ. ഇതിനുള്ള അവകാശമുണ്ട്, നമുക്ക് അവകാശമുണ്ട്. അത് വിനിയോഗിക്കൂ. കോതി പ്രയാസോ അസുരബാലകാഹരേ ഉപാസനേ സ്വേ ഹൃദി ഛിദ്രവത്സദഃ സ്വസ്യാത്മനഃ സഖ്യുഃ അശേഷദേഹിനാം സാമാന്യതഃ കിം വിഷയോപപാദനൈഃ. എന്നോട് ഒരു വാക്ക് മാത്രം പറയരുത് കുട്ടികളെ, സഹപാഠികളെ. ഇങ്ങനെ ഹരിയെ ഭജിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മാത്രം പറയരുത്. കോ അതിപ്രയാസോ. ഇതിലെന്താ ഇത്ര വലിയ പ്രയാസം, വിഷമം? അസുരബാലകാഃ ഹരേഃ ഉപാസനേ. ഹരിയെ ഉപാസിക്കുന്നതിന് എന്താ അത്ര വലിയ വിഷമം? ആരാണ് ഈ ഹരി? സ്വേ ഹൃദി, തൻ്റെ ഹൃദയത്തിൽ ഛിദ്രവത്, ആകാശം പോലെ.
സതഹ എല്ലായ്പ്പോഴും കുടികൊള്ളുന്നവൻ. തൻ്റെ ഹൃദയത്തിൽ 1/2 മില്ലിമീറ്റർ ദൂരത്തല്ല, തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ്. എല്ലാ സമയത്തും ഒരുപോലെ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ശാന്തമായിട്ടിരിക്കൂ. ഞാൻ ഇത് പരിസമാപിക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഇരുന്ന് എല്ലാവർക്കും ഈ ലിറ്ററേച്ചർ വിതരണം ചെയ്യാം. ജയതി ജയതി ദേവോ ദേവകീ നന്ദനോയം, ജയതി ജയതി കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപഃ, ജയതി ജയതി മേഘശ്യാമലഃ കോമലാംഗോ, ജയതി ജയതി പൃഥ്വീഭാരനാശോ മുകുന്ദഃ, ജയതി ജയതി പൃഥ്വീഭാരനാശോ മുകുന്ദഃ. അദ്വൈതബോധാബ്ജസഹസ്രരശ്മിഃ ശാന്തേർലതായാഃ കില കൽപ്പവൃക്ഷഃ, സംസാരസന്താപവിനാശചന്ദ്രഃ കൃഷ്ണഃ സദാഹ്ലാദകരോ മമാസ്തു. ഹരിഹി ഓം, ഹരിഹി ഓം. എല്ലാവരും കൂടി ശരിക്കിരിക്കൂ. കൈ കോർത്ത് മടിയിൽ വെച്ച് കണ്ണടച്ച് എൻ്റെ കൂടെ ലോകം മുഴുവനും മംഗളസ്വാധീനം ഉണ്ടാവണം എന്ന് വിചാരിച്ച് കൂട്ടായി നല്ല മുഴക്കത്തോടുകൂടി ഓംകാരം ഒരു തവണ ജപിക്കുക. അത് പരിസമാപനമായി. പിന്നെ പ്രസാദ വിതരണം തുടങ്ങാം. ഓ हरि ओम तत्सत्. जय गुरु.